നാരായണ 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 നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഭഗവൻ നമസ്തേ. ഓം ഗം ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓം ജാം വേദവ്യാസായ നമ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛസ്വഹ. ഓം ബാലരിവിദ്യുതിമിന്ദു കിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖീം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനേശിവാമി. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീകാ പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാരസംസ്ഥാ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീലാമീ. ജ്വാലാകരാളമത്യുഗ്രം അശേഷ അസുരസൂദനം ത്രിശൂലം വാദിനോ ഭീതേർഭദ്രകാളി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമഃ ചണ്ഡികായൈ നമ. ഓം നമഃ ശിവായ നമ. ഓം നമഃ ശിവായ ശിവായൈ നമ. ഓം നമഃ ശിവായ ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമ. ഓം നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരി ഓം. രണ്ടാമത്തെ സ്കന്ധം ഭാഗവത സംഗ്രഹമായിട്ട് തന്നെ എടുക്കാൻ കാരണം പരീക്ഷത്തും ശുഖബ്രഹ്മവും തമ്മിൽ കണ്ടുമുട്ടിയപ്പോഴേ തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എത്രയും പെട്ടെന്ന് ചുരുക്കി പറയുക എന്നൊരു സമ്പ്രദായം ഭാഗവതത്തിലും കാണാം, ഭഗവത്ഗീതയിൽ കാണുന്ന പോലെ. ഭഗവത്ഗീതയിലും രണ്ടാമത്തെ യോഗം അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടാമത്തെ സ്കന്ധം, അവിടെ നമ്മൾ പറയുന്നത് അധ്യായം ഏതായാലും അത് വാസ്തവത്തിൽ വളരെയേറെ പ്രസക്തമാണ്. ചുരുക്കി എല്ലാ കാര്യങ്ങളും അർജുനനോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇവിടെയും പരീക്ഷത്തിന് ഭാഗവതം എന്ത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് വേറെ എങ്ങും നോക്കണ്ട, ഈ പറയുന്ന ദ്വിതീയ സ്കന്ധം പരിശോധിച്ചാൽ മതി. അതിലേറ്റവും സുപ്രധാനമായ ചതുശ്ലോകി എന്ന് പറയുന്ന ഭാഗവതത്തിൻ്റെ ഏറ്റവും ആധാരമായിരിക്കുന്ന 4 ശ്ലോകങ്ങളെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതിപാദിച്ചത്. അതിൽ ബൃഹത്തായിരിക്കുന്ന ഞാനെന്ന ആ തത്വത്തെ, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന മഹത്വത്തെ, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ആ ജീവൻ എന്ന് പറയുന്ന ആത്മസ്വരൂപത്തെ അഥവാ പരമാത്മസ്വരൂപത്തെ വളരെ വ്യക്തമായിട്ടും പ്രതിപാദിച്ചിരിക്കുകയാണ്. അത് നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് അപകടം പതിയിരിക്കുന്ന രീതിയിലേക്ക് സമൂഹം നടന്നു നീങ്ങുന്നത്. സനാതനത്വം മുഴുവൻ എന്താണ് ഈ സനാതനം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ധരിക്കാവുന്ന സകലതും അവിടെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ട്. ആ സ്കന്ധം, രണ്ടാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനം 10 അധ്യായങ്ങളേ ഉള്ളൂ. 10ാമത്തെ അധ്യായത്തിൽ വളരെ രസകരമായിട്ട് പറയുന്നത് ഭാഗവതത്തിൽ അടങ്ങിയിരിക്കുന്ന 10 ലക്ഷണങ്ങളാണ്. സാധാരണ ഒരു പുരാണത്തിന് 5 ലക്ഷങ്ങളെ ആവശ്യമുള്ളൂ. സർഗം, വിസർഗം, അതുപോലെ സ്ഥാനം, മന്വന്തര കഥ, അതുപോലെ തന്നെ എന്താണ് വാസ്തവത്തിൽ വംശാനുചരിതം, ഇതെല്ലാം തന്നെ പറയേണ്ട കാര്യമുള്ളൂ. വംശാനുചരിതം വംശത്തെ പ്രതികർത്തിക്കുന്നത്, മന്വന്തരങ്ങളെ പ്രതിപാദിക്കുന്നത്, അതുപോലെ തന്നെ സർഗവും വിസർഗവും സ്ഥാനവും. ജനിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സൃഷ്ടിക്കുക, സൃഷ്ടജാലങ്ങളെയെല്ലാം തന്നെ വേണ്ട രീതിയിൽ അതതിൻ്റെ മര്യാദയ്ക്ക് സംരക്ഷിക്കുക ഇത്യാദി 5 കൂട്ടം കാര്യങ്ങളെ ഒരു പുരാണത്തിൽ നമ്മൾ ലക്ഷങ്ങളായിട്ട് കാണുന്നുള്ളൂ. പക്ഷേ 18 മഹാപുരാണങ്ങളിൽ പല പുരാണങ്ങളിലും ഈ 5 വിട്ടിട്ട് ഒരു 5 കൂടി ചേർന്ന് 10 ലക്ഷണങ്ങൾ കാണാം. 10 ലക്ഷണങ്ങൾ നമ്മുടെ ഭാഗവതത്തെയും നിവൃത്തിശാസ്ത്രമായിരിക്കുന്ന ഭാഗവതത്തെയും ആ ലക്ഷണങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. അത്തരത്തിലുള്ള ഭാഗവതത്തിൽ അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമോദയ മന്വന്തരീശാനുകഥ നിരോധോ മുക്തിരാശ്രയ. 10 കൂട്ടം കാര്യങ്ങൾ. സർഗം, വിസർഗം, അത് കഴിഞ്ഞാൽ സ്ഥാനം, മറ്റെല്ലാ പുരാണങ്ങളിലുള്ള 3 കൂട്ട സംഗതികൾ. പോഷണം, ഊതി, മറ്റ് പുരാണങ്ങളിൽ കാണാത്തത്. അതുകൂടാതെ മന്വന്തരം, ഈശാനുകഥ, മറ്റു പുരാണങ്ങളിൽ കാണുന്നത്. നിരോധോ മുക്തി ആശ്രയ, ഇത് 3ഉം മറ്റു പുരാണങ്ങളിൽ കാണില്ല. അങ്ങനെ 3 2 5 പ്രധാനപ്പെട്ട പോഷണം, ഊതി,
നിരോധം, മുക്തി, ആശ്രയം, ഈ 5 ലക്ഷണങ്ങൾ ഭാഗവത്തിൽ നമുക്ക് വ്യക്തമായിട്ടും കാണാം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു 5 ലക്ഷണങ്ങൾ കൂടി ചേർന്നിട്ടുള്ളൊരു മഹാപുരാണം എന്നുള്ള മട്ടിലാണ് നിവൃത്തിശാസ്ത്രമായിരിക്കുന്ന ഭാഗവത്തെ നമ്മൾ വീക്ഷിക്കേണ്ടത്. അതിനകത്ത് ഓരോ ലക്ഷണങ്ങളും പറയുന്നതിന് മുൻപായിട്ട് 10ാമത്തെ അധ്യായത്തിൽ 2ാമത്തെ ശ്ലോകത്തിൽ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാം ഇഹലക്ഷണം എന്നിട്ട് പറയുന്നുണ്ട് വർണ്ണയന്തി മഹാത്മാന. അപ്പോൾ ഇത്തരത്തിൽ എല്ലാത്തരം 9 ലക്ഷണങ്ങളെ കൊണ്ട് 10ാമത്തെ ലക്ഷത്തിൻ്റെ ആ ശുദ്ധിക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാം ഇഹ ലക്ഷണം. അപ്പോൾ 9 ലക്ഷണങ്ങൾ 10ാമത്തെ ലക്ഷണത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ അവിടെ വാസ്തവത്തിൽ ലക്ഷണങ്ങൾ ഓരോന്ന് പരിണമിച്ച് ഏറ്റവും ഒടുവിൽ നമ്മൾ നേടേണ്ടതായിട്ടുള്ള വിശുദ്ധി, അത് വാസ്തവത്തിൽ നേടാൻ വേണ്ടിയിട്ടുള്ളതാണ് 9 ലക്ഷണങ്ങൾ 10ാമത്തെ ലക്ഷണത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ തരത്തിലും പരമോന്നതമായ അഭൗതികമായ, അല്ലെങ്കിൽ അഭൗതികം എന്നെല്ലാം പറയുന്നത് വേർപെടുത്തി നിർത്തുന്നതിലേക്ക് മറ്റുള്ളവയുടെ ലക്ഷണങ്ങൾ ചിലപ്പോൾ വേദപ്രമാണങ്ങളിലൂടെ, ചിലപ്പോൾ നേരിട്ടിട്ടുള്ള വർണ്ണനകളിലൂടെ, ചിലപ്പോൾ മഹാമുനിമാരാൽ നൽകപ്പെട്ട സംക്ഷിപ്തമായ വ്യാഖ്യാനങ്ങളിലൂടെ വിവരിക്കപ്പെടുന്നു. ഇതാണ് വാസ്തവത്തിൽ സൂചന. ഏതായാലും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന 10ാമത്തെ ലക്ഷണം അത് വാസ്തവത്തിൽ ആശ്രയമാണ്. അപ്പോൾ ആശ്രയം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്താൻ, ആശ്രയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും സറണ്ടർ മാത്രമാണോ, അല്ലെങ്കിൽ എന്തെന്നില്ലാത്ത ഒരു ആശ്ലേഷം ചെയ്തുകൊണ്ട്, എംബ്രേസ് ചെയ്തുകൊണ്ട്, അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് അങ്ങനെ ചേർന്ന് പോകുന്നതാണോ ആശ്രയം എന്ന് പറയുന്നത്? അത് വിട്ടിട്ട് മറ്റും ഒന്നും തന്നെ ആശ്രയമല്ല, അതാണ് ആശ്രയം. അപ്പോൾ അത് വിട്ടിട്ട് ഒന്നും ആശ്രയമല്ല എന്ന് പറയുമ്പോൾ 10ാമത്തെ ആശ്രയം ഭാഗവതത്തിൽ നമ്മൾ കാണുന്നത് ആത്മാ അഥവാ ഈശ്വരനെ തന്നെയാണ്. അപ്പോൾ ഈശ്വരൻ ആത്മാവാണെന്നും ആത്മാവ് തന്നെയാണ് ഈശ്വരനെന്നും ആത്മാവ് താനാണെന്നും ഞാൻ ഈശ്വരനാണെന്നും ഇത്തരത്തിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ളൊരവസ്ഥ സംജാതമാക്കുന്നതിന് വേണ്ടി മറ്റ് ഇതര 9 ലക്ഷണങ്ങളും ഉപയോഗിക്കാം. സർഗം മുതലുള്ള 9 ലക്ഷണങ്ങൾ: സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, വംശാനുരതം, അത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെ നിരോധം, മുക്തി, ഇത്രയും കഴിഞ്ഞാൽ ആശ്രയം എന്ന് പറയുന്ന വസ്തുത അത് നമുക്ക് സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും ധരിക്കാൻ കഴിയും. അത്തരത്തിലുള്ളൊരവസ്ഥ സംജാതമാക്കിയെടുക്കാൻ വേണ്ടി 9 ലക്ഷണങ്ങളൊന്നും. ഏതായാലും ഈ 9 ലക്ഷണങ്ങളെപ്പറ്റി പറയുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം സർഗത്തെപ്പറ്റി പറയുന്നത് ഭൂതമാത്രേന്ദ്രിയധിയാം ജന്മ സർഗ ഉദാഹൃത. പഞ്ചഭൂതങ്ങൾ ഉത്ഭവിക്കുന്നതും അതുപോലെ പഞ്ചമാത്രകൾ, തന്മാത്രകളെന്ന് പറയും, പഞ്ചതന്മാത്രകൾ ഉണ്ടാകുന്നതും ഇന്ദ്രിയങ്ങൾ, ബുദ്ധി. അപ്പോൾ മനസ്സ്, ബുദ്ധി, പഞ്ചേന്ദ്രിയങ്ങൾ, അക്കൂട്ടത്തിൽ ഈ പറയുന്ന പഞ്ചഭൂതങ്ങൾ ആകാശം മുതൽ ഭൂമി വരേക്ക്, അതുപോലെ അതിന് നിദാനമായ കാരണമായിരിക്കുന്ന പഞ്ചതന്മാത്രകൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഒന്നുകൂടി പറഞ്ഞാൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന് പറയുന്ന തന്മാത്രകളും ആ തന്മാത്രകളോട് ബന്ധപ്പെട്ട് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറഞ്ഞ പഞ്ചഭൂതങ്ങളും ഇവയിൽ നിന്നെല്ലാം തന്നെ സംജാതമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളുടെ എല്ലാം നേതൃസ്ഥാനം വഹിക്കുന്ന മനസ്സ്, ബുദ്ധി. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്നത് സർഗം എന്ന് പറയുന്ന ലീല, അല്ലെങ്കിൽ സർഗം എന്ന് പറയുന്ന പ്രക്രിയ. സർഗത്തെ നമ്മൾ വളരെ ലാഘവബുദ്ധിയോടുകൂടി കാണും. സർഗാത്മകത, ക്രിയാത്മകത, സൃഷ്ടി വൈഭവം. അപ്പോൾ ഇതെല്ലാം തന്നെ പറയുമ്പോഴും ഭാഗവതത്തിൽ ലക്ഷണമായിട്ട് പറയുന്ന സർഗത്തിൽ കടന്നു വരുന്നത് പഞ്ചഭൂതങ്ങൾക്ക് കാരണമായിരിക്കുന്ന പഞ്ചതന്മാത്രകളും പഞ്ചേന്ദ്രിയങ്ങളുടെ ജന്യങ്ങളായ അവയുടെയെല്ലാം തന്നെ നേതൃസ്ഥാനം വഹിക്കുന്ന മനസ്സ്, ബുദ്ധി, ഇതെല്ലാം തന്നെ കൂടി ആദ്യത്തെ സൃഷ്ടിയെ നമ്മൾ സർഗം എന്ന് പറയുന്നു എന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഭൂതമാത്രേന്ദ്രിയധിയാം ജന്മ സർഗൗദാഹൃത ബ്രഹ്മണോ ഗുണവൈഷമ്യാത് വിസർഗ പൗരുഷസ്മൃത. ഗുണങ്ങളെന്ന് പറയുന്ന 3, സാത്വികൻ്റെ ആയുസ്സും താമസം എന്ന് പറയുന്ന 3 ആ ഗുണങ്ങൾ, അവ തമ്മിൽ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നു ഗുണവൈഷമ്യം. അപ്പോൾ ഈ ഗുണങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ സംഘട്ടനം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടോ ഉണ്ടാകുന്ന 2ാമത്തെ സൃഷ്ടിഭാഗത്തെ ബ്രഹ്മാവ് മുതൽക്ക്, അല്ലെങ്കിൽ ബ്രഹ്മാവ് നടത്തിപ്പോരുന്ന. അപ്പോൾ ബ്രഹ്മാവെന്ന് പറയുന്നത് സൃഷ്ടികർത്താവിനെ അവരോധിച്ചുകൊണ്ട് അതിനെ തുടർന്നുണ്ടാകുന്ന സൃഷ്ടിയെ പറ്റിയാണ് വിസർഗം എന്ന് പറയുന്നത്. വിസർഗം 2 കുത്തായിട്ടാണ് സംസ്കൃത ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. വിസർഗം
ഏതായാലും ഈ വിസർഗം എന്ന് പറയുന്നത് സർഗത്തിന് ശേഷമുള്ള വിശേഷേണ വരുന്ന സൃഷ്ടി. അപ്പോൾ ആദ്യത്തെ സൃഷ്ടി അടിസ്ഥാനമാണ്. അതായത് തന്മാത്രകളില്ല എങ്കിൽ, പഞ്ചഭൂതങ്ങളില്ല എങ്കിൽ എങ്ങനെ സൃഷ്ടി നടക്കും? അപ്പോൾ അത് അടിസ്ഥാനപരമായിട്ടുള്ള കരുക്കളാണ്, അല്ലെങ്കിൽ കോമ്പണൻസ് ആണ്, അതെല്ലാം ഘടകങ്ങളാണ്. അത്തരത്തിലുള്ള ഈ ഘടകങ്ങളെ വെച്ചുകൊണ്ട് പിന്നാലെ ബ്രഹ്മാവിനെ തുടർന്ന് ഗുണവൈഷമ്യങ്ങൾ കൊണ്ട് രാജസം സാത്വികം താമസം എന്ന് പറയുന്ന ത്രിഗുണങ്ങൾ പരസ്പരം ഏറിയും അതുപോലെ തന്നെ കുറഞ്ഞും അതുപോലെ സംഘട്ടനം ചെയ്തും സംഘർഷവും ഇതെല്ലാം തന്നെ ഉണ്ടായിട്ട് പിന്നാലെ വരുന്ന സൃഷ്ടികളെ ബ്രഹ്മാവിനെ തുടർന്നുള്ള സൃഷ്ടി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ബ്രഹ്മാവിനെ തുടർന്നുള്ള സൃഷ്ടികളെല്ലാം തന്നെ വാസ്തവത്തിൽ വിസർഗവും. ആദ്യത്തെ ഈ പറയുന്ന ശ്ലോകം 3-ാമത്തെ ശ്ലോകമാണ് 10-ാമത്തെ അധ്യായത്തിൽ. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഭൂതമാത്രേന്ദ്രിയധിയാം ജന്മ സർഗ ഉദാഹൃത ബ്രഹ്മണോ ഗുണവൈഷമ്യാത് വിസർഗ പൗരുഷ സ്മൃത. ഇനിയും നമ്മൾ ഇതെല്ലാം തന്നെ ഭാഗവതത്തിൽ കാണാൻ പറ്റുന്നതാണ്. ആദ്യത്തെ സൃഷ്ടി എങ്ങനെ, അവാന്തര സൃഷ്ടി എങ്ങനെ. ആദ്യം സൃഷ്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമെന്ന് പറയാവുന്ന സൃഷ്ടികർമ്മം എവിടം വരേക്കാണ്, ബ്രഹ്മാവ് വരേക്ക് എത്തിയിരുന്നാൽ പിന്നാലെ എങ്ങനെ സൃഷ്ടി പുരോഗമിക്കുന്നു, ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നു സർഗവിസർഗാദികൾ. ഇത് ലക്ഷണങ്ങളാണ്. അപ്പോൾ ഒരു പുരാണത്തിൽ നമ്മൾ സർഗവും വിസർഗവും കാണണം. അതായത് ഭൂതമാത്രേന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സും അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളും ഒക്കെ ജനിക്കുന്ന രീതിയിലുള്ള ആദ്യത്തെ സൃഷ്ടി വൈഭവം നമ്മൾ പുരാണങ്ങളിലൂടെ പഠിക്കണം. ഇതെല്ലാം തന്നെ വേദത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പുരാണങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളത് കഴിഞ്ഞാൽ പിന്നാലെ ബ്രഹ്മാവ് വന്നു നിന്നാൽ, ബ്രഹ്മാവ് എന്ന് പറയുന്ന ത്രിമൂർത്തികളിലൊന്ന് ഗുണമാണ്, രജോ ഗുണമാണ്. അപ്പോൾ ഈ രജോ ഗുണമെന്ന് പറയുന്ന ബ്രഹ്മാവ്, സാത്വികഗുണമെന്ന് പറയുന്ന വിഷ്ണു, അതുപോലെ തന്നെ രുദ്രൻ എന്ന് പറയുന്ന തമോ ഗുണം, ഗുണത്രയങ്ങളായി, ത്രിമൂർത്തികളായി. അങ്ങനെ ത്രിമൂർത്തികളായിട്ട് ഗുണത്രയങ്ങളായിട്ട് വന്ന ആ ഗുണങ്ങളുടെ സംക്ഷോഭം കൊണ്ടോ, അല്ലെങ്കിൽ ഗുണങ്ങളുടെ വൈഷമ്യം എന്ന് പറഞ്ഞാൽ വിഷമാവസ്ഥ, അതെല്ലാം തന്നെ പല രീതിയിൽ കൂടിക്കലർന്നത് കൊണ്ടോ അത്തരത്തിലുള്ളൊരവസ്ഥയിൽ പുനഃ സൃഷ്ടി നടന്നിട്ടാണ് സകല ജീവജാലങ്ങളും ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത് നമ്മൾ പറയുന്ന സ്ഥാനത്തെപ്പറ്റി പറയുന്നു. വളരെ രസകരമായിരിക്കുന്ന സ്ഥാനം എന്ത് എന്ന്. സ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒറ്റ വാക്കിലടങ്ങിയിരിക്കുന്ന സാമാന്യ അർത്ഥം നോക്കുമ്പോൾ സ്ഥാനം, അതാത് സ്ഥാനം. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിൽ സൃഷ്ടി നടന്നു കഴിഞ്ഞാൽ അവയ്ക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം, അതിനെ ഇവിടെ സ്ഥിതി എന്നാണ് ഭാഗവത്തിൽ പറയുക. സ്ഥാനം എന്ന് പറഞ്ഞാൽ പോലും സ്ഥിതി എന്ന് പറയുന്ന സ്ഥാനം തന്നെ. സ്ഥിതിർ വൈകുണ്ഠ വിജയ, വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ വികുണ്ഠൻ അല്ലെങ്കിൽ വിഷ്ണു അല്ലെങ്കിൽ ഈ പറയുന്ന ഈശ്വരൻ. ആ ഈശ്വരൻ്റേതായിട്ടുള്ള വിജയം, അതാണ് സ്ഥിതി. അപ്പോൾ സ്ഥിതിയെ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ഥിതി എന്ന് പറഞ്ഞാൽ സൃഷ്ടജാലങ്ങളുടെ സ്ഥിതി. അവ എവിടെയാണ് നിൽക്കേണ്ടത്, ഏത് രീതിയിലാണ് നിൽക്കേണ്ടത്. നമുക്ക് തന്നെ അറിയാം, ഈ സൂര്യ ചുറ്റിപ്പറ്റിയുള്ള സൗരയൂഥത്തിൽ ആ ഓരോരോ ഭ്രമണവീതിയിൽ ഇന്നിന്ന ഗ്രഹങ്ങൾ നിൽക്കണം. അത് മാറിപ്പോയാൽ എന്തായിരിക്കും സ്ഥിതി? ആ ഭ്രമണവീതിയിൽ നിന്ന് തെറ്റിപ്പോയാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ എല്ലാ തരത്തിലും ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്. അപ്പോൾ സൃഷ്ടജാലങ്ങളിൽ തന്നെ വ്യത്യസ്ത സൃഷ്ടികൾ നടത്തിയിട്ടുള്ള ഈ ജീവജാലങ്ങൾ, അവയ്ക്കെല്ലാം തന്നെ സ്ഥിതി എന്ന് പറയുന്നൊരവസ്ഥ, അതായത് അവയുടെ സ്ഥിതി, അവസ്ഥിതി, അവയുടെ നിലനിൽപ്പ്, അവയുടെ എല്ലാം അതിനകത്ത് വന്നു. അപ്പോൾ അത്തരത്തിൽ അത് വൈകുണ്ഠൻ എന്ന് പറയുന്ന, വികുണ്ഠൻ എന്ന് പറയുന്ന സാക്ഷാൽ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറയുന്ന ഈശ്വരൻ്റെ വിജയമായിട്ടാണ് ഭാഗവതം പറയുന്നത്. അത് ഈശ്വരൻ്റെ വിജയം. ഭാഗവത്തിലെ എന്ന് മാത്രമല്ല മറ്റ് ഇതര പുരാണങ്ങളിലും ഇതെല്ലാം തന്നെ ലീലകളായിട്ടാണ്, ഈശ്വര ലീല. അപ്പോൾ സൃഷ്ടിക്കാൻ വാസ്തവത്തിൽ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത, അത്തരത്തിൽ ഒരു വികാരമോ വിചാരമോ ഒട്ടും തന്നെ ഇല്ലാത്ത ബ്രഹ്മം സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അനങ്ങാപ്പാറ പോലെ ഒരിക്കലും ഒരു താല്പര്യവും ഇച്ഛയുമില്ലാത്ത ആ ബ്രഹ്മസ്വരൂപം ഇങ്ങനെ സൃഷ്ടിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് വാസ്തവത്തിൽ ആ സൃഷ്ടി ഏത് രീതിയിൽ. ഇതെല്ലാം തന്നെ പ്രകൃതിയിൽ സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ, അവയ്ക്കെല്ലാം തന്നെ അടിസ്ഥാനമായിട്ട് ഗുണങ്ങളും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക രീതി എന്ന് നമ്മൾ സ്വീകരിച്ചാൽ മതി. ഒക്കെ ഈശ്വരൻ്റെ ലീല. കാരണം ഈശ്വരൻ തന്നെ അതിന് വിവർത്തം എന്ന് പറയും. ഓരോരോ രൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ നിൽക്കുന്നു എന്നൊരു വേദാന്ത രീതിയുണ്ട്. അത് വരുമ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ എന്ത്, ഈ പറയുന്ന സർവം ഖല്ലിതം ബ്രഹ്മ. ഈ സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിൻ്റെ രൂപങ്ങളും ഭാവങ്ങളുമാണ് സകല ജീവജാലങ്ങളിലും കാണുന്നതിന് മാറ്റമില്ല എന്ന്. അങ്ങനെ അത്തരത്തിൽ വരുമ്പോഴും ഇതെല്ലാം തന്നെ എങ്ങനെ ഉണ്ടാകുന്നു? വികാരമില്ലാത്ത, വിചാരമില്ലാത്ത, ഇച്ഛയില്ലാത്ത, ആഗ്രഹമില്ലാത്ത, പ്രവർത്തിക്കാത്ത, ഈ പറഞ്ഞ ജഡം പോലെ ഇരിക്കുന്ന, അഥവാ ഈ പറയുന്ന അനങ്ങാത്ത അത്തരത്തിലുള്ള ബ്രഹ്മം ഇതെങ്ങനെ സൃഷ്ടിക്കുന്നു എന്ന് ചോദിച്ചാൽ അതെല്ലാം എങ്ങനെ ഉണ്ടായി? ഗുണസംക്ഷോഭം എങ്ങനെ സംഭവിച്ചു? ഗുണവൈഷമ്യം എങ്ങനെ സംഭവിച്ചു?
മാത്രകളിൽ അഞ്ചെണ്ണം എങ്ങനെ ഉത്ഭവിച്ചു, എന്നിട്ട് മാത്രകൾ ഓരോന്നും ഓരോ പഞ്ചഭൂതത്തിനെങ്ങനെ ഹേതുവായി, ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ വർണ്ണിക്കുന്ന സ്കന്ധങ്ങളും അതിലുള്ള അധ്യായങ്ങളുമാണ് ഭാഗവതത്തിലെന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ സ്ഥിതിർ വൈകുണ്ഠ വിജയ എന്ന് പറഞ്ഞിട്ട് പോഷണം തദനുഗ്രഹ എന്ന് ചേർത്തു. സർഗം കഴിഞ്ഞാൽ വിസർഗം, വിസർഗം കഴിഞ്ഞാൽ സ്ഥാനം, അത് സ്ഥിതി എന്നും പറയും. ഏതായാലും സ്ഥിതി സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ പോഷണമാണ്. പോഷണം, പോഷിപ്പിക്കുക എന്നുള്ള വാക്ക് തന്നെ നമ്മൾ എടുത്താൽ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ജീവജാലങ്ങളെ എങ്ങനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്നത് പോഷണം തദനുഗ്രഹ. ഭഗവാന്റേതായിട്ടുള്ള ലീലകളിൽ ഭഗവാന്റേതായിട്ടുള്ള ഈ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും, അതായത് സൃഷ്ടി ഇത്യാദി കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളിലെല്ലാം തന്നെ ഭഗവാൻ എങ്ങനെയാണ് ഭാഗഭക്കാകുന്നത്, ഭഗവാൻ എങ്ങനെ വിജയിക്കുന്നു, ഭഗവാന്റെ വിജയം അതാണ് സ്ഥിതി. ജീവജാലങ്ങളെല്ലാം തന്നെ മര്യാദയ്ക്ക് അതതിൻ്റെ മര്യാദയ്ക്ക് അതാത് സ്ഥാനങ്ങളിൽ നിലകൊണ്ടുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നത്, അത് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് ഇവരുടെ പോഷണം. ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെ കിട്ടുന്നു, എല്ലാവരിലും എങ്ങനെ കിട്ടുന്നു, എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു ഭാവം മാത്രമേ ഭഗവാനുള്ളൂ. നമ്മൾ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അനുധാവനം ചെയ്തിട്ട് പിന്നെ കിട്ടേണ്ടതാണ്, നമ്മൾ ഗ്രഹിക്കേണ്ടതാണ് അനുഗ്രഹം. അപ്പോൾ എല്ലാ തരത്തിലും ഈശ്വരൻ നമ്മൾ അനുധാവനം ചെയ്താലും ശരി, ഇല്ലെങ്കിലും ശരി, നമ്മൾ ഈശ്വരനെ സ്മരിച്ചെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ഭക്തി എന്ന് പറയുന്നത് നമ്മൾ പ്രദർശിപ്പിച്ചു എങ്കിലും അല്ലെങ്കിലും, അല്ല ഭക്തനായാലും അഭക്തനായാലും എന്ന് ചുരുക്കം, അപ്പോഴെല്ലാം തന്നെ ഒരേപോലെ ഭഗവാൻ എല്ലാവരെയും പോഷിപ്പിക്കുന്നു. അതാണ് പോഷണം. പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം. അത് കഴിഞ്ഞ് പിന്നെ 4 കഴിഞ്ഞാൽ പിന്നെ 5. അപ്പോൾ സർഗം വിസർഗം സ്ഥാനം. പോഷണം കഴിഞ്ഞാൽ 5ാമത്തേത് മന്നന്തരാണി സദ്വൃത്തം, അതായത് ഊദയ കർമ്മവാസന. മന്നന്തരം എന്താണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഊതി എന്താണെന്ന് പറയുകയാണ്. സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി. അതിന് മുമ്പേ തന്നെ മന്നന്തരത്തെപ്പറ്റി പറഞ്ഞു. അത് വാസ്തവത്തിൽ മനുക്കളുടെ എല്ലാ തരത്തിലുള്ള ജയങ്ങളോ അവരുടെ കാലഘട്ടങ്ങളോ അവരുടെ ജീവിത രീതികളോ അവരുടെ ഭരണ സമ്പ്രദായങ്ങളോ അവർ ഈശ്വരീയമായിട്ട് ഉന്നമനം പ്രാപിച്ചത് മന്നന്തരം. മനുക്കൾ, ആദ്യത്തെ മനു സ്വയംഭോമനുവിനെ തുടർന്ന് പിന്നാലെ അദ്ദേഹത്തിനുണ്ടായ മക്കളും പിന്നാലെ ഉണ്ടായ പരമ്പര, അതെല്ലാം തന്നെ മനുവംശം അല്ലെങ്കിൽ മനുഷ്യൻ്റെ വംശം. മനുവിൽ നിന്നാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്ന പേരുണ്ടായത്. അങ്ങനെ എല്ലാ തരത്തിലും മനുക്കളുടെ മന്വന്തരം ഇങ്ങനെ വർണ്ണിക്കുന്ന രീതി, ഓരോരോ മന്വന്തരങ്ങളും അതിൻ്റെ കാലഗണനയും എത്രമാത്രം ദീർഘമാണ് ഈ പറയുന്ന ഘട്ടം എന്നെല്ലാം തന്നെ പ്രസ്താവിക്കുന്ന പുരാണങ്ങളെല്ലാം തന്നെ. അതേതിൽ മന്വന്തരത്തെപ്പറ്റിയും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കർമ്മ വാസന ഊതയ. അപ്പോൾ ഊതയ എന്ന് പറഞ്ഞ ഊതി എന്ന് പറയുന്നതിനെപ്പറ്റി കർമ്മവാസന എന്നും പറഞ്ഞു. അപ്പോൾ എവിടം വരെയായി? സർഗം ആദ്യത്തെ ലീല. സർഗം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഭൂതമാത്രേന്ദ്രിയ ധിയ. അപ്പോൾ എല്ലാ തരത്തിലും പഞ്ചഭൂതങ്ങളും അവയ്ക്ക് കാരണമായിരിക്കുന്നതുമെല്ലാം തന്നെ ജനിച്ചു പോരുന്നത് വാസ്തവത്തിൽ സർഗവും, അതിനെ അവാന്തരമായിട്ട് അല്ലെങ്കിൽ പിന്നാലെയുള്ള സൃഷ്ടി ബ്രഹ്മാവിനെ തുടർന്നുള്ളത് അത് വിസർഗമായിട്ടും, അത് കഴിഞ്ഞ് സ്ഥാനം എന്ന് പറയുന്ന സൃഷ്ടജാലങ്ങളെയെല്ലാം തന്നെ അത്തത്തിൻ്റെ മര്യാദയ്ക്ക് ഓരോന്നിനും അനുയോജ്യമായ രീതിയിൽ നിലനിർത്തിപ്പോരുന്നത് വാസ്തവത്തിൽ സ്ഥിതി എന്ന് പറയുന്ന വൈകുണ്ഠ വിജയ സ്ഥാനം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ കാണുന്ന ഊതി പോഷണം. പോഷണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹിക്കുന്നതും, ഊതി എന്ന് പറഞ്ഞാൽ കർമ്മവാസനയും. ആ കൂട്ടത്തിലാണ് ഇവിടെ മന്വന്തരവും കൂടി ചർച്ച ചെയ്തു. അപ്പോൾ എത്ര എണ്ണമായി? സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മന്വന്തരം. 6 ലക്ഷണങ്ങളും കഴിഞ്ഞു. ഇവയെപ്പറ്റി സവിസ്തരം നമുക്ക് ഓരോ സന്ദർഭങ്ങളിൽ ഗ്രഹിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സംക്ഷിപ്തമായിട്ട് ദ്വിതീയ സ്കന്ധത്തിൽ 10ാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ ഇങ്ങനെ ചുരുക്കി എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നു അവതാരാനുചരിതം. ഓരോരോ കഥകളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഈശ്വരൻ്റെ അവതാരക്രമങ്ങൾ അത് വർണ്ണിക്കുന്നത് അവതാരാനുചരിതം ഹരീഷ്, ഹരിയുടെ ഹരീശ്ചസ്യ അനുവർത്തിനാം പുംസാം ഈശകഥ പ്രോക്ത നാനാഖ്യാനോപബ്രംഹിത. അപ്പോൾ ഈശ്വരൻ്റെ അവതാരകഥകളെല്ലാം തന്നെ വിളമ്പിക്കൊണ്ട് അത്തരത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ആ ലക്ഷണമാണ് ഇവിടെ ഈശാനുകഥ. ഇവിടെ പ്രത്യേകിച്ചും പറഞ്ഞ പുംസാം ഈശകഥ. അപ്പോൾ ഈശകഥ ഈശാനുകഥ എന്നെല്ലാം പറയുന്ന ആ രീതിയിലേക്ക് ഹരിയുടെ ഈശ്വരൻ്റെ കഥകളെല്ലാം തന്നെ അവതാര കഥകളെല്ലാം തന്നെ വർണ്ണിച്ചുകൊണ്ട് നിർവഹിക്കുന്നു. അത് മറ്റൊരു 7ാമത്തെ ലക്ഷണം. ഇങ്ങനെ 7 ലക്ഷണം കഴിഞ്ഞാൽ പിന്നെ വരുന്ന 8, 9, 10 നിരോധോ. ഈ നിരോധം എന്ന് പറയുന്നത് എന്ത്? നിരോധോ അസ്യ അനുശയനം ആത്മന സഹശക്തിഭി. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ്, നിർവചനം. നിരോധോ അസ്യ അനുശയനം ആത്മനസ്സഹ ശക്തിഭി. അപ്പോൾ എല്ലാ തരത്തിലും നിരോധനം എന്ന് പറയുമ്പോൾ നിരോധിക്കുക. ആ വാക്കിൻ്റെ പ്രഥമ
ആ ദൃഷ്ട്യാ നമ്മൾക്ക് മനസ്സിലാക്കുകയാണ് നിരോധിക്കുക. അപ്പോൾ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ തടസ്സം ചെയ്യുക. പക്ഷേ നിരോധം എന്ന് പറയുന്നത് യോഗസാധനയിൽ പതഞ്ജലി പറഞ്ഞു തരുന്ന കൂട്ടത്തിലാണെങ്കിൽ യോഗ ചിത്തവൃത്തി നിരോധക. അപ്പോൾ ചിത്തവൃത്തികളെ നിരോധിക്കുന്ന നിരോധം, അതാണ് ഈ പറയുന്ന യോഗ. അപ്പോൾ ഇത്തരത്തിൽ 8ാമത്തെ ലക്ഷണമായിട്ട് നമ്മൾ പറയുന്ന നിരോധത്തെ ചിത്തവൃത്തികളെ നിരോധിക്കുന്ന ഒന്നായിട്ട് നമ്മൾ പിന്നാലെ ഇതിൻ്റെ ഗഹനമായിട്ടുള്ള ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ പഠിക്കും. ഇവിടെ സാമാന്യമായിട്ട് അതിന് നിർവചിച്ച് ഭാഗവതം തന്നെ നിർവചിച്ചിരിക്കുന്നത് അത് അസ്യാനുശയനം ആത്മനസ്സഹ ശക്തിഭി. അപ്പോൾ എപ്രകാരമാണോ വാസ്തവത്തിൽ നമ്മൾ ആത്മഭാവമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്, ശക്തിയോടുകൂടി സുശക്തിയോടുകൂടി തൻ്റെ ആ ശക്തി വൈഭവത്തോടുകൂടി സഹശയനം നടത്തുന്നത്, ഈശ്വരൻ താനും വാസ്തവത്തിൽ ഒന്ന് എന്നുള്ള മട്ടിലിങ്ങനെ ശയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വർത്തിക്കുന്ന രീതി, അത് നിരോധം. ഒന്നുകൂടി അതിനെപ്പറ്റി ചിന്തിച്ചാൽ ജീവൻ എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണെന്നും ആ ആത്മാവ് തന്നെയാണ് ഈശ്വരനെന്നും ജീവാത്മാവും പരമാത്മാവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്നും ഇത്തരത്തിൽ ചിന്തിച്ചുറപ്പിക്കുന്ന രീതി, അതായത് അത്തരത്തിലുള്ളൊരു അനുഭൂതിയിലേക്ക് കടന്നു വരുന്നത് നിരോധം എന്ന് പറയുന്ന ലീലയിലൂടെ അല്ലെങ്കിൽ ലക്ഷണത്തിലൂടെ. നിരോധിക്കേണ്ട സംഗതികളെ നിരോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് തടസ്സം നിൽക്കുന്ന ഓരോരോ സംഗതികളെ നമ്മൾ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഉപരോധിക്കുകയോ അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്മൾ ആര് എന്നുള്ളൊരു ബോധം, അതാണ് വാസ്തവത്തിൽ നിരോധം. ഞാൻ ആര്? അപ്പോൾ ജീവോ ബ്രഹ്മൈവനാവര എന്ന് പറയുന്ന ആ സ്ഥിതിവിശേഷത്തിലേക്ക് കേവലമായിരിക്കുന്ന ആത്മഭാവമാണ് നമ്മളെല്ലാവരും എന്നുള്ള ആ രീതിയിലേക്കെന്ന് മാത്രമല്ല അനുഭവത്തിലേക്ക് അങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന ലക്ഷണമാണ് നിരോധം. നിരോധം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പേര്. നിരോധം എന്നുള്ളതിന് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന നിരോധിക്കുക എന്ന് പറയുന്നത് എന്തിനെ എന്നുള്ളതുകൂടി ചിന്തിക്കണം. നിരോധിക്കേണ്ടത് ആരെ, എന്തിനെ? നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന സംഗതികളെയെല്ലാം തന്നെ നിരോധിക്കുക. അപ്പോൾ തടസ്സം എന്താണെന്ന് നോക്കണം. തടസ്സം എന്ന് പറഞ്ഞാൽ നമ്മൾ ആര് എന്നറിയാനുള്ള യാത്രയിൽ അത്തരത്തിലുള്ളൊരു പ്രത്യേക പ്രസ്ഥാനത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന വികാരങ്ങൾ, വിചാരങ്ങൾ, അവിടെയാണ് ഈ പറയുന്ന രീതിയിൽ കാമക്രോധാദികളും അത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ നിരോധ ലീലകളിൽപ്പെട്ട് നമ്മൾ വാസ്തവത്തിൽ ഉപരോധിക്കേണ്ട അല്ലെങ്കിൽ സംഹരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ നിരോധത്തെപ്പറ്റി പറയുന്ന നിരോധോ അസ്യാനുശയനം എന്ന് പറഞ്ഞിട്ട് ആത്മനസ്സഹ ശക്തിഭി. ഒന്നുകൂടി ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഭാഗവത്തിലൂടെ കടന്നു പോകുമ്പോൾ നിരോധമെന്ന് പറയുന്ന ലീല അല്ലെങ്കിൽ ലക്ഷണം അതിലൂടെ മനസ്സിലാക്കുന്നത് ഞാൻ ആര്, ഈ ആത്മാ എന്ന് പറയുന്ന ഭാവത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഞാൻ ജീവൻ, വെറും ജീവൻ എന്നുള്ള പറച്ചിലല്ല, ഞാൻ വെറും ശരീരം അല്ലെങ്കിൽ ശരീരം എന്നുള്ള തെറ്റായ ധാരണയുമല്ല, അതെല്ലാം തന്നെ വിട്ടിട്ട് ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞ് ആ ആത്മഭാവത്തോടുകൂടി ഇഴുകിച്ചേർന്ന് അത്തരത്തിൽ ഒരുമിച്ചിരിക്കുന്ന ഒരവസ്ഥ, ഈശ്വരൻ താനാണെന്ന് ഉറപ്പിക്കാനുള്ളൊരവസ്ഥ, അതാണ് വാസ്തവത്തിൽ ഈ പറയുന്ന നിരോധം. നിരോധത്തെപ്പറ്റി കൂടുതൽ നമുക്ക് ഓരോരോ സന്ദർഭങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. മുക്തിർ, ഇനി അടുത്ത മുക്തിർ, അത് മുക്തിർ ഹി ഇപ്പം മുക്തിർ ഹിത്വാൻ യഥാരൂപം. അപ്പം മുക്തിർ എന്ന് പറഞ്ഞാൽ ഹിത്വ യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. അപ്പം മുക്തി എന്താണെന്ന് അടുത്തതിൽ പറയുന്നത് അതുപോലെ ദുർഘടമായിട്ടുള്ളൊരു അവതരണമാണ്. മുക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കൂടെ മോചിക്കപ്പെടുക അല്ലെങ്കിൽ രക്ഷപ്പെടുക, അതൊക്കെ അങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ ഭാഗവതം സമ്മതിക്കില്ല. മുക്തിർ ഹിത്വ അന്യഥാരൂപം. അപ്പം മറ്റു രൂപങ്ങളെല്ലാം തന്നെ ഇല്ലാതെയാക്കിയിട്ട് സ്വരൂപേണ വ്യവസ്ഥിതി. അപ്പോൾ ഈ സ്വരൂപം എന്ന് പറയുന്നത് അവനവൻ്റെ രൂപത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് നിരോധം. അവനവൻ ആര് എന്നുള്ള അന്വേഷണം അത് വ്യക്തമായിട്ട് ധരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരോധം എന്ന് പറയുന്ന ലക്ഷണത്തെ തുടർന്ന് നമുക്കുണ്ടാകുന്നതാണ് മുക്തി. ആ മുക്തി എന്ന് പറയുന്ന ലക്ഷണത്തിലെ എന്താ അതിൻ്റെ പ്രത്യേകത? സ്വരൂപേണ വ്യവസ്ഥിതി. ഇത് രണ്ടും കൂട്ടി നമ്മൾ വായിക്കേണ്ടതാണ്. ഒറ്റ ശ്ലോകത്തിലാണ് രണ്ടും വന്നിട്ടുള്ളതും അത് മനസ്സിലാക്കേണ്ടതും ഒന്നിച്ച് തന്നെ. കാരണം നിരോധം എന്തിന്, എന്നിട്ട് നമുക്ക് കിട്ടുന്നത് എന്ത്? സ്വരൂപം. ഇവിടെയാണ് പതഞ്ജലിയുടെ യോഗസൂത്രങ്ങളിൽ പതഞ്ജലി പറയുന്നുണ്ട്, അത് യോഗാനുശാസനം എന്ന് പറഞ്ഞുകൊണ്ട് യോഗത്തെപ്പറ്റി പറയുന്ന പതഞ്ജലി യോഗ എന്ന് പറയുന്ന ചിത്തവൃത്തി നിരോധമാണ് എന്ന് പറഞ്ഞിട്ട് അഭ്യാസവൈരാഗ്യാഭ്യം നിരോധ എന്ന് പറയുന്ന പതഞ്ജലി അഭ്യാസങ്ങളുടെ കൂട്ടത്തിലാണ് യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധയോ അഷ്ടാവങ്കാനി എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ഇതെല്ലാം ചെയ്തു കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ത്? തഥാ ദൃഷ്ടസ്വരൂപാവസ്ഥാനം, സ്വരൂപം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നു. സ്വരൂപം എന്താണെന്ന് സാക്ഷാത്കരിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് തന്നെ ഈ രണ്ട്, ആ നിരോധം മുക്തി എന്ന് പറയുന്ന രണ്ടിൻ്റെയും വിശകലനം കൊണ്ട് ഭാഗവതത്തിൽ ഈ പറയുന്ന ദ്വിതീയ സ്കന്ധത്തിൽ 10ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ശ്ലോകങ്ങളിലൂടെ പോകുമ്പോൾ ഈ ലക്ഷണങ്ങളെ വിവരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് നിരോധവും മുക്തിയും
ഇത്തരത്തിൽ കാണാം. നിരോധമെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന അനുശയനം. ഏതായാലും ഭഗവാന്റെ കൂടെ തന്നെ ഇങ്ങനെ ഒന്നിച്ചു വർത്തിക്കുന്നത് അത് നിരോധം കൂടാതെ സാധിക്കില്ല. പ്രകൃതിയെ നമ്മൾ അതിജീവിക്കാതെ നിവൃത്തിയില്ല. അതെല്ലാം തന്നെ കഴിഞ്ഞിട്ട് നമ്മൾ വാസ്തവത്തിൽ മുക്തി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ സാരൂപ്യം, സ്വരൂപത്തെ മനസ്സിലായി. ഇവിടെയും തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു വാക്കാണ് സ്വരൂപം. എന്താ സ്വരൂപം? നമ്മളെല്ലാവരും തന്നെ ഭഗവാന്മാർക്ക്, ഈശ്വരന്മാർക്കെന്ന് പറയാം. അത് ബഹുത്വം അല്ലെങ്കിൽ ബഹുവചനമായിട്ട് പറഞ്ഞത് അത്രമാത്രം നമ്മൾ മൂർത്തികളെയോ ദേവതകളെയോ ഉപാസിക്കുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ രൂപം ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ട് ആ രൂപമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ഭദ്രകാളിയുടെ രൂപം അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ സാരൂപ്യമുക്തി എന്നെല്ലാം തന്നെ ധരിച്ചുകൊണ്ട് ഭദ്രകാളിയുടെ ഭാവത്തിലേക്ക് വരാൻ വേഷം കെട്ടി സ്വയം പ്രത്യായനം നടത്തുന്ന സജഷനെല്ലാം തന്നെ നടത്തുന്ന സമ്പ്രദായം നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഭഗവതിയുടെ രൂപത്തിലേക്ക് മാറിയിട്ട് കാര്യമില്ല, അത് സ്വരൂപമല്ല. വിഷ്ണുവിൻ്റെ ഭാവത്തിലേക്ക് ബാഹുക്കളോടുകൂടി മാറി, അതും സ്വരൂപമല്ല. അപ്പോൾ സ്വരൂപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വരച്ചുണ്ടാക്കിയ പടങ്ങളോ പടങ്ങളിലൂടെ കടന്നു വരുന്ന പ്രതീകങ്ങളോ പ്രതിമകളോ ഒന്നുമല്ല. അപ്പോൾ സ്വരൂപം എന്താണെന്ന് വെച്ചാൽ ആത്മസ്വരൂപം, ആത്മാവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഗീതാചാര്യൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മുടെ വേദാന്തങ്ങളെല്ലാം തന്നെ നമ്മൾ ധരിപ്പിച്ചിട്ടുള്ളതും ഒക്കെ ഭംഗിയായിട്ട് ഉള്ളിലേക്ക് കടന്നു വരണം. നമ്മുടെ രൂപം എന്താ? ആത്മരൂപം എന്താ? രൂപമില്ലാത്തത്. അപ്പോൾ എല്ലാ തരത്തിൽ സ്വരൂപസ്ഥിതി ആത്മഭാവത്തിൽ ഇരിക്കുന്നത് വാസ്തവത്തിൽ മുക്തി. ഒന്നുകൂടി നിങ്ങൾ കടന്ന് ചിന്തിക്കാമോ? നമ്മുടെ ശരീരം ഉണ്ടായത് എപ്പോൾ? നമ്മൾ ജനിച്ചപ്പോൾ, അല്ലെങ്കിൽ ജനിച്ചപ്പോൾ നമ്മൾ ശരീരം എടുത്തപ്പോൾ, അത്തരത്തിൽ ശരീരത്തിൽ കടന്നുകൂടിയപ്പോൾ നമ്മൾ വാസ്തവത്തിൽ മുക്തിയില്ലാത്ത അവസ്ഥയായി. പിന്നെ നരകിച്ചേ മതിയാവും. അപ്പോൾ ഈ സംസാരത്തിന് കാരണമായിരിക്കുന്ന ശരീരത്തെ നമ്മൾ സ്വീകരിച്ചപ്പോൾ നമ്മൾ ബന്ധനസ്ഥരായി. ആ ബന്ധനത്തിൽ നിന്ന് മുക്തിയെ പറ്റിയാണ് പറയുന്നത്. ശരീരമാണ് നമ്മളെന്ന് തോന്നിപ്പോയാൽ അതെല്ലാം തന്നെ അബദ്ധം. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും വാസ്തവത്തിൽ സത്യമാണെന്ന് കരുതിയാൽ അതും നിരർത്ഥകം. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ആത്മഭാവമാണെന്ന് കണ്ടാൽ മുക്തിയായി. നേട്ടം അതാണ്. അത് നിർമുക്തം നിത്യമുക്തം എന്ന് പറയുന്ന രീതിയിലേക്ക് അപ്പോൾ വരും. നിർമുക്തമാണ്, ശരീരത്തിൽ മുക്തമല്ലേ? ശരീരവുമായിട്ട് വല്ല ബന്ധവും ഈ ആത്മഭാവത്തിനുണ്ടോ? നിത്യമുക്തമല്ലേ? ആത്മാവെന്ന് പറയുന്ന കെട്ടുപണിഞ്ഞ് വല്ലയിടത്തും കിടപ്പുണ്ടോ? പ്രവേശിച്ചു എന്ന് തോന്നുന്നു എന്ന് ശ്ലോകി പറഞ്ഞതും പ്രവേശിക്കുന്നില്ല എന്ന് അദ്ദേഹം ഈ പറഞ്ഞ കൂട്ടിച്ചേർത്തതും ഒന്നുകൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ പ്രവേശിക്കുന്നു ഈ ആത്മാവ് എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. പ്രവേശിച്ചോ? ഉണ്ട്, പ്രവേശിച്ചു. പക്ഷേ പ്രവേശിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ ആത്മാവിനുള്ളപ്പോൾ കഷ്ണമായിട്ട് മുറിച്ച് ഓരോരോ വ്യക്തികളിലും ഓരോരോ ജീവജാലങ്ങളിലും ഒക്കെ ഇങ്ങനെ നിക്ഷേപിക്കുന്ന രീതിയൊന്നും ആത്മഭാവത്തിലില്ല. അങ്ങനെയുള്ള ആത്മാവിനെ, സ്വരൂപത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തോട് വിട പറയുമ്പോൾ നമ്മൾ മുക്തന്മാരായി. അതാണ് മുക്തി. അപ്പോൾ ഭാഗവതത്തിൽ വർണ്ണിക്കുന്ന രീതിയിൽ, വിവരിക്കുന്ന രീതിയിൽ നിരോധോ അസ്യ അനുശയനമാത്മനസ്സഹ ശക്തിഭി മുക്തിർ ഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. ഇതേ രീതിയിലാണ് മുക്തിയെപ്പറ്റി പറയുന്നത്. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട 10ാമത്തെ ലക്ഷണമാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. ആഭാസശ്ച നിരോധശ്ച യഥോസ്ത്യധ്യവസീയതേ സ ആശ്രയ പരം ബ്രഹ്മ പരമാത്മീതി ശബ്ദതേ. ആഭാസശ്ച നിരോധശ്ച യഥോസ്ത്യധ്യവസീയതേ സ ആശ്രയ പരബ്രഹ്മ പരമാത്മേതി ശബ്ദതേ. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ കാണുന്ന സകലതും ആഭാസം അല്ലെങ്കിൽ നിരോധം എന്നൊക്കെ പറയുന്ന പല രീതികളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെല്ലാം തന്നെ പരമ അസ്തിത്വം അഥവാ പരമാത്മാവ് എന്ന് പ്രശംസിക്കപ്പെടുന്ന പരമാത്മാവ്, പരമോന്നതമായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ആവിഷ്കരണത്തിൻ്റെ പരമസ്രോതസ് എന്ന് പറയാം. ജന്മാദ്യസ്യ എന്ന് പറഞ്ഞ ശ്ലോകം ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ സംഭരണിയും സമാപിപ്പിക്കണമാകുന്നു. ആകയാൽ അദ്ദേഹം പരമ ഉത്ഭവ കേന്ദ്രമാകുന്നു, പരിപൂർണ സത്യമാകുന്നു. ആ സത്യത്തെ നിരപേക്ഷ സത്യമാകുന്നു എന്നുള്ളത് ആശ്രയം. അപ്പോൾ ആശ്രയിക്കേണ്ടതാരെ? സത്യത്തെ. അപ്പോൾ സത്യത്തെപ്പറ്റി ഇങ്ങനെ ധ്യാനിച്ചു തുടങ്ങിയ ഭാഗവത്തിൽ സത്യത്തെ നമ്മൾ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവ് നേരത്തെ തന്നെ പറഞ്ഞു ഈശ്വരൻ എന്ന് പറയുന്ന ആത്മസ്വരൂപനാണ്. അതുകൊണ്ട് നിഷ്കളമാണ്, രൂപമില്ലാത്തതാണ്. അതെല്ലാം തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരോധം എന്ന് പറയുന്ന ലക്ഷണത്തിലൂടെ കടന്ന് മുക്തി എന്ന് പറയുന്ന പരമോന്നതമായിട്ടുള്ള ആത്മപദവി നമ്മൾ ആർജിച്ചു കഴിഞ്ഞാൽ ആശ്രയിക്കേണ്ട വസ്തു ഏതാ? അത് ഈ ആത്മഭാവം അല്ലെങ്കിൽ സത്യസ്വരൂപം, ആ ഈശ്വരൻ്റെ ആത്മസ്വരൂപം. ഇതാണ് വാസ്തവത്തിൽ ദശലക്ഷണങ്ങൾ. ഒന്നുകൂടി നിങ്ങൾ മനസ്സിലേക്ക് പതുക്കെ കടത്തിക്കൊണ്ടുവരിക. സർഗം, ആദ്യത്തെ സൃഷ്ടി. വിസർഗം എന്ന് പറഞ്ഞാൽ അത് വിശേഷേണ അവാന്തരമായിട്ടുള്ള സൃഷ്ടി ബ്രഹ്മാവിനെ തുടർന്ന്.
സ്ഥാനം അല്ലെങ്കിൽ സ്ഥിതി എന്നെല്ലാം തന്നെ പറയുന്നത് സൃഷ്ടജാലങ്ങളെയെല്ലാം തന്നെ യഥാസ്ഥാനങ്ങളിലെല്ലാം തന്നെ മര്യാദയ്ക്ക് ഇങ്ങനെ സൂക്ഷിക്കാതെ ഈശ്വരൻ്റെ ലീല അല്ലെങ്കിൽ അത് ഒരു പുരാണത്തിൻ്റെ ഈ മഹാപുരാണത്തിൻ്റെ ലക്ഷണമായിട്ട് മാറി. അത് കഴിഞ്ഞിട്ടാണ് സ്ഥാനം കഴിഞ്ഞാൽ പോഷണലീല സംരക്ഷിക്കുന്നു ഈ പറയുന്ന ഈശ്വരൻ. ഏതൊന്നിൽ നിന്നാണോ ഇതെല്ലാം തന്നെ ഉണ്ടായത്, യഥോവ ഇമാനി ഭൂതാനി ജായന്തി ഏന ജാതാനി ജീവന്തി യത് പ്രയന്ത്യപി സംവിശന്തി തത് വിജിജ്ഞാസസ്വതത് ബ്രഹ്മേതി എന്നുള്ള നിർവചനപ്രകാരം നമ്മൾ ജീവജാലങ്ങളെല്ലാം തന്നെ അതിൽ നിന്നുണ്ടായതാണ്. അതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞു കൂടുന്നത്, അതിനേക്കാണ് നമ്മൾ പോകേണ്ടത്. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ശരീരത്തോടുകൂടി ഉടലെടുത്തതിന് ശേഷം നമ്മളുള്ള ആ അവസ്ഥയിൽ ആരാണ് വാസ്തവത്തിൽ നമ്മളെ പോഷിപ്പിക്കുന്നത്, നമ്മളെ സംരക്ഷിക്കുന്നത്? അത് ഈ പറഞ്ഞ പരബ്രഹ്മസ്വരൂപ സത്യം. അത്തരത്തിലുള്ളൊരവസ്ഥ തന്നെ വീണ്ടും നമ്മൾ വാസ്തവത്തിൽ ഓരോരോ കർമ്മവാസന കൊണ്ട് ജനിക്കാൻ ഇവിടെ വരുത്തുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമായിട്ട് നമ്മൾ ഓരോരോ ആഗ്രഹങ്ങളും ആശകളും ഒക്കെ വച്ച് പുലർത്തിക്കൊണ്ട് ഓരോരോ സമ്പ്രദായങ്ങൾ നമ്മളെ ഇങ്ങനെ എല്ലാ തരത്തിലും ബാധിച്ചു കഴിയുമ്പോൾ ഓരോരോ ജന്മം എടുക്കുന്നു എന്ന് ചുരുക്കം. ഇതെല്ലാം തന്നെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മന്വന്തരം മനുക്കളുടെ കഥ, അതായത് രാജാക്കന്മാർ അല്ലെങ്കിൽ മന്വന്തരത്തിൽ ഓരോരോ മന്വന്തരത്തിൽപ്പെട്ട അവതാര പുരുഷന്മാർ അല്ലെങ്കിൽ അവതാര സ്വരൂപങ്ങൾ, ഈശ്വരൻ്റെ അവതാരങ്ങൾ ഇതെല്ലാം തന്നെ വർണ്ണിച്ച് അതൊരു പുരാണ ലക്ഷണമായിട്ട് വന്നിട്ട് ഇത്തരത്തിൽ വന്നിട്ട് ഈശാനകഥ ഈശ്വരൻ്റെ അവതാരങ്ങളും കൂടി പറഞ്ഞു. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈശ്വര അവതാരങ്ങളെല്ലാം തന്നെ എന്തിന്? അതെല്ലാം തന്നെ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെയെല്ലാം തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ള ഓരോ അവതാരങ്ങളും ആ അവതാരങ്ങളുമെല്ലാം തന്നെ കഥാഗോളങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ട് പുരാണത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിലൂടെ നമ്മൾ ചെന്നെത്തുന്നത് എവിടെയാണ്? നിരോധത്തിലേക്കാണ്. അപ്പോൾ അവതാര കഥകളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഈശാനകഥ അല്ലെങ്കിൽ അതിനു മുൻപ് മന്വന്തരം എന്ന് പറയുന്ന രാജാക്കന്മാരുടെയും മനുക്കളുടെയൊക്കെ ജീവചരിത്രങ്ങൾ ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ നമ്മെ നയിക്കുന്നത് നിരോധം എന്ന് പറയുന്ന 8ാമത്തെ ആ ലക്ഷണത്തിലേക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സർഗത്തെപ്പറ്റി പഠിച്ചും വിസർഗത്തെപ്പറ്റി പഠിച്ചും സ്ഥാനവും അതുപോലെ നമ്മൾ പോഷണവും ഊതിയും മന്വന്തരവും ഈ വംശാനുചരിതവും ഇതെല്ലാം തന്നെ പഠിച്ച് ഇത്തരത്തിലുള്ള 8 കാര്യങ്ങൾ കഴിഞ്ഞാൽ 8ാമത്തെ 8, 9, 10 എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മളൊരു വ്യക്തമായിട്ടുള്ള ധാരണയുള്ളവരായിട്ട് മാറും. നമ്മുടെ ധാരണ എന്താ? നമ്മളെങ്ങനെ ഉണ്ടായി, നമ്മളെങ്ങനെ നിലനിൽക്കുന്നു, നമ്മൾ അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനപരമായിട്ട്. അപ്പോൾ കേവലമായിട്ടുള്ള ഭാവം നമ്മളുടെ ഏത് എന്ന് ചിന്തിച്ചാൽ നമ്മൾ ശരീരമല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മുക്തി, ആശ്രയവസ്തുവും ആ ആത്മാവ് തന്നെയാണെന്നുള്ള ബോധം, ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കലാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം എന്ന ലക്ഷണങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഈ 10 അതായത് പറഞ്ഞത്. അത്ര സർഗ വിസർഗസ്ഥാനം അല്ലെങ്കിൽ സ്ഥിതി പോഷണം ഉദയ മന്വന്തര ഈശാനകഥ എന്ന് പറഞ്ഞുകൊണ്ട് നിരോധോ മുക്തിരാശ്രയ. അപ്പോൾ ഇത്തരത്തിലുള്ള 9 കൂട്ടം കാര്യങ്ങൾ എന്തിനാദ്യത്തെ 9ഉം 10ാമത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ തൃതീയ സ്കന്ധം മുതൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ പറയുന്ന 10 ലക്ഷണങ്ങൾ ഏതേത് ലക്ഷണങ്ങളാണോ നമ്മെ ഇത്തരത്തിൽ കരിപ്പിടിപ്പിക്കുന്നത്, ഒരുക്കിയെടുക്കുന്നത്, നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്ന ആത്മബോധത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള സർഗാദി ലീലകളാണ് നമ്മൾ ഓരോരോ സ്കന്ധങ്ങളിൽ ആരോപിക്കുന്നത്. അതങ്ങനെ കൃത്യമായിട്ടൊന്നും നിങ്ങൾ ഓരോ സർഗത്തിന് ആ ലക്ഷണം മാത്രമേ ഉള്ളൂ എന്നൊന്നും പറയരുത്. വാസ്തവത്തിൽ എല്ലായിടത്തും എല്ലാം കാണാൻ. കാരണം ഭാഗവതത്തിന് ഒരു കോമൺ പർപ്പസ്, ഒരു പ്രത്യേക എയിം അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. അത് ആശ്രയവസ്തുവായിട്ടുള്ള ആത്മാവിൽ ചെന്ന് നമ്മളെല്ലാവരും നിൽക്കുക. ആശ്രയവസ്തുവായിരിക്കുന്ന ഈശ്വരൻ ആത്മാവ് തന്നെയാണെന്നുള്ള ബോധത്തിലേക്ക് വരിക. അപ്പോൾ ആശ്രയവസ്തുവായിരിക്കുന്ന ആത്മാവ് താൻ തന്നെ എന്നുള്ള ബോധത്തിലേക്ക് വരിക. അത്തരത്തിലുള്ള മുക്തി എന്ന് പറയുന്ന പദവി അലങ്കരിക്കുമ്പോൾ പിന്നെ വേറൊന്നും നമ്മെ അലട്ടുകയില്ല. അങ്ങനെ വരുമ്പോൾ ശരീരം എന്ന് പറയുന്ന സംസാര കാരണം ആയിട്ടുള്ള സ്ഥിതിവിശേഷത്തിൽ നമ്മൾ രക്ഷപ്പെടുന്നു. ഇതാണ് ലക്ഷ്യം, നിരോധവും മുക്തിയും ആശ്രയവും. അപ്പോൾ ഈ ഒടുവിലത്തെ 3 ലക്ഷണങ്ങൾ മറ്റു പുരാണങ്ങളിൽ, അതായത് സാധാരണ പുരാണങ്ങളിൽ ഇല്ലാത്തത് മഹാപുരാണങ്ങളിൽ കാണുന്നത്, ബ്രഹ്മവൈവർത്തം പോലുള്ള പുരാണങ്ങളിലും ഭാഗവതത്തിലുമൊക്കെ നമുക്ക് ഇട്ടുതരുന്ന ഈ ലക്ഷണങ്ങളെ കൊണ്ട് ഓരോരോ സ്കന്ധങ്ങളിങ്ങനെ പ്രതിപാദിക്കപ്പെട്ടു എന്ന് സാമാന്യമായിട്ടുള്ള ഒരു വിവരണം. അതായത് തൃതീയ സ്കന്ധം എടുക്കുമ്പോൾ വിതുര മൈത്രേയ സംവാദമാണ്. തൃതീയ സ്കന്ധത്തിൽ അവതരിപ്പിക്കുന്ന സർഗം എന്നൊരു വൈപ്പ്. സർഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സൃഷ്ടി, അതായത് ബ്രഹ്മാവ് വരേക്കുള്ള സൃഷ്ടി എന്ന് പറയാം. അപ്പോൾ ബ്രഹ്മാവ് വരേക്കുള്ള സൃഷ്ടിയെപ്പറ്റി പ്രതിപാദിക്കുന്ന തൃതീയ സ്കന്ധത്തിൽ സർഗലീലകളാണെന്ന് പറയുമ്പോൾ അത് മാത്രമേ അവിടെ ഉള്ളൂ എന്നൊന്നും ധരിച്ചു പോകരുത്. അതുപോലെ തന്നെ ചതുർത്ഥ സ്കന്ധത്തിലേക്ക് വരുമ്പോൾ വിസർഗം, അവിടെ അവാന്തര സൃഷ്ടി എന്ന് പറയുന്നത് ബ്രഹ്മാവിനാൽ സൃഷ്ടമായത് മാത്രം ഇങ്ങനെ വിവരിക്കുന്ന അങ്ങനെയാണെന്നും ചിന്തിക്കരുത്. ഏതായാലും സർഗമായാലും വിസർഗമായാലും നമ്മൾ പഠിക്കുന്നത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ പോകുന്നവർ അല്ലെങ്കിൽ ഇത്തരത്തിൽ
ജനിച്ചു വന്നവർ അല്ലെങ്കിൽ പ്രസവിക്കപ്പെട്ടവർ നമ്മൾ എന്താണ് അറിയേണ്ടത് എന്നുള്ള മാർഗത്തിൽപ്പെട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതാണ് ഭാഗവത്തിൻ്റെ ലക്ഷ്യത. നമ്മൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി മരിക്കുന്നവരേക്ക് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, അതുമാത്രമല്ല ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്ന മോക്ഷം അത് എപ്രകാരമുള്ളതായിരിക്കണമെന്ന് നിർണ്ണയിക്കാൻ കൂടി നമുക്ക് അവകാശമുണ്ട്. നമ്മൾ സാധാരണ മോക്ഷം എന്ന് പറഞ്ഞ് പല പല രീതിയിൽ പറയുന്നതൊന്നും ഭാഗവത ഭാഷയിൽ മോക്ഷമല്ല. അതെല്ലാം തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞില്ലേ. നിരോധം എന്ന് പറയുന്ന ലീലകളിലൂടെ, ലക്ഷണങ്ങളിലൂടെ, അത്തരത്തിലുള്ള കഥാഗോളങ്ങളിലൂടെ നമ്മൾ ആത്മവസ്തുവാണ് നമ്മളെന്നിങ്ങനെ കണ്ടുപിടിച്ചിട്ട് ആത്മാവ് അത് വാസ്തവത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ട കിട്ടുന്നതാണ് മുക്തി എന്ന് പറഞ്ഞിട്ട് ആശ്രയവസ്തു ആത്മാവ് മാത്രമാണെന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്ന രീതിയിലേക്കാണ് ഒടുവിലത്തെ 3 സ്കന്ധങ്ങൾ, ദശമം, ഏകാദശം, ദ്വാദശം. അപ്പോൾ ഓരോ സ്കന്ധങ്ങളിലും ഇങ്ങനെ ഓരോ ലക്ഷണങ്ങൾ ആരോപിക്കുമ്പോൾ 1, 2 ആദ്യത്തെ 2 സ്കന്ധങ്ങൾ ഇതൊന്നും ഇല്ലാത്തതും, 3, 4 എന്ന് പറയുമ്പോൾ സർഗവും വിസർഗവും, അതായത് ആദ്യത്തെ സൃഷ്ടിയും അവാന്തര സൃഷ്ടിയും. 4 കഴിഞ്ഞ 5ാമത്തെ സ്കന്ധത്തിലേക്ക് വരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കന്ധവും കൂടിയാണ് ഭാഗവത്തിൽ. ആ 5ാം സ്കന്ധം മുഴുവൻ സ്ഥാനം എന്ന് പറഞ്ഞ സ്ഥിതിർ വൈകുണ്ഠ വിജയ, സ്ഥിതി എന്ന് പറയുന്ന സൃഷ്ടജാലങ്ങളെ സംരക്ഷിക്കുന്ന, അതിനെ അതാതിൻ്റെ മര്യാദയ്ക്ക് ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ഈശ്വരൻ്റെ ഹരിയുടെ അനുഗ്രഹം, ഇതെല്ലാം തന്നെ വീണ്ടും പോഷണലീലയിലെ അനുഗ്രഹമാണ്. ഊതി എന്ന് പറയുന്നത് കർമ്മവാസന കൊണ്ട് നമ്മൾ ജനിക്കാനിട വരുന്നു എന്നുള്ള സംഗതിയെ പറഞ്ഞു പഠിപ്പിക്കുന്ന രംഗമാണ് ഊതി, കർമ്മവാസന. അത് കഴിഞ്ഞിട്ടാണ് മനുക്കളെ പറ്റി വർണ്ണിക്കുന്ന 8ാമത്തെ സ്കന്ധമാണ്. അപ്പോൾ 8ാമത്തെ സ്കന്ധത്തിൽ മന്വന്തരം വരുമ്പോൾ 7ാമത്തെ സ്കന്ധത്തിൽ ഊതി കർമ്മവാസനയ്ക്ക് അടിസ്ഥാനമായിട്ട് 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നമുക്ക് കിട്ടുതരുന്ന തൃതീയ സ്കന്ധത്തിലെ ഹിരണ്യാക്ഷനും ഈ പറയുന്ന 7ാം സ്കന്ധത്തിലെ ഹിരണ്യകശിപുവുമാണ്. എന്തുകൊണ്ട് അവരങ്ങനെയായി എന്ന് ചിന്തിക്കുക. അപ്പോൾ ഊതി കർമ്മവാസന, എന്താ അവർക്ക് കർമ്മം, അവർക്ക് എന്ത് കർമ്മമാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് എത്തിച്ചതെന്ന് ചോദിച്ചാൽ ജയവിജയന്മാരായിരുന്നു അവർ. വൈകുണ്ഠത്തിൻ്റെ കാവൽക്കാരായിട്ട് ജയവിജയന്മാരായിട്ട് നിന്നവർ ഒരു സുപ്രഭാതത്തിൽ ശാപഗ്രസ്തരായി എന്ന കഥ. ഏതായാലും അതിന് ഇടവരുത്തിയ പ്രവൃത്തി എന്താ? അവരുടെ കർമ്മവാസന. അവരുടെ കർമ്മം ദുഷിച്ചപ്പോൾ ഏതായാലും തേജസ്വരൂപികളായിട്ടുള്ള ബ്രഹ്മസ്വരൂപികളായിട്ടുള്ള സനകാദികൾ ആ വയസ്സൊന്നും ഏറാതെ എപ്പോഴും ആ ശിശുപ്രായത്തിൽ ആരാലും തടുക്കപ്പെടാതെ ഓടി നടക്കുന്ന കൂട്ടർ വൈകുണ്ഠത്തിലേക്ക് കടക്കാൻ വന്നപ്പോൾ തടഞ്ഞു നിർത്തി എന്നുള്ളൊരു കുറ്റം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്തരത്തിലൊരു കുറ്റം കൊണ്ടാണ് അവർ ജനിക്കാനുള്ള കർമ്മവാസന. നമ്മൾ യാതൊരു നല്ല കാര്യത്തിനും തടസ്സം നിൽക്കരുത് എന്നുള്ള പഠനവും കൂടി ഒരു സന്ദേശവും കൂടി ഇവിടെയുണ്ട്. ഒരാൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നു, നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്നതിന് നമ്മൾ പോകണ്ട. അത്തരത്തിൽ നിരുത്സാഹപ്പെടുത്തിയാൽ അതുകൂടി ഒരു കർമ്മം, ഒരു മോശപ്പെട്ട കർമ്മമായിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ അസുരന്മാരായിട്ട് ജനിക്കുമെന്ന് അതിലെ സൂചന. അപ്പോൾ എല്ലാ തരത്തിലും ഈശ്വരനെ കാണാനായിട്ട് വൈകുണ്ഠത്തിൽ പ്രവേശിക്കാനായിട്ട്, അല്ലെങ്കിൽ വൈകുണ്ഠ പദപ്രാപ്തി എന്ന് പറയാം, അത്തരത്തിൽ ആത്യന്തികമായിട്ടുള്ള അങ്ങേയറ്റത്തിനവസ്ഥ പ്രാപിക്കാമെന്ന കൂട്ടരെ തടസ്സം ചെയ്തു ജയവിജയന്മാർ കാവൽക്കാരായിട്ട് നിന്നുകൊണ്ട്. അവരുടെ ആ കർമ്മവാസന അവരെ നശിപ്പിച്ചു, അവർ അസുരന്മാരായിട്ട് ജനിക്കേണ്ടി വന്നു എന്ന്. ഇതാണ് ഊതി എന്ന് പറയുന്ന കർമ്മവാസന. ഇനി മന്വന്തരത്തിൽ നമ്മൾ കാണുന്ന, ഇതിനകത്ത് വരുമ്പോൾ കാണുന്നത് ഓരോരോ മനുവിൻ്റെയും ഭരണകാലം, ആ കാലഘട്ടത്തിലുണ്ടായ അവതാരങ്ങളുടെ കൂട്ടത്തിൽ ഹരിയുടെ അവതാരമായിരിക്കുന്ന ഗജേന്ദ്രമോക്ഷം കഥ, ഇതെല്ലാം തന്നെ അവിടെ വരുന്നത്. പാലാഴിവധനം, മത്സ്യാവതാരം. അപ്പോൾ ഇതെല്ലാം തന്നെ കടന്നു വരുന്ന 8ാം സ്കന്ധമാണ്. അതാണ് മന്വന്തരം. 9മം എന്ന് പറയുന്നത് ഈശാനകഥ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭാഗവത്തിലൂടെ കടന്നു കയറുന്നത് 2 വംശങ്ങളെപ്പറ്റി പ്രകീർത്തിക്കുന്ന, ഒന്ന് അമ്മയുടെ വംശമാണ് ചന്ദ്രവംശം, മറ്റൊന്ന് അച്ഛൻ്റെ വംശവുമാണ് സൂര്യവംശം. 2 വംശമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. കാരണം അച്ഛൻ്റെയും അമ്മയുടെയുമായിട്ടുള്ള പാരമ്പര്യമല്ലാതെ മറ്റെന്തു വംശം? ഗോത്രങ്ങളെന്ന് പറഞ്ഞുകൊണ്ടും ജാതി മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഓരോന്നിങ്ങനെ വിഭാഗീയത സൃഷ്ടിക്കുമ്പോഴും ഭാഗവത്തിൻ്റെ ഭാഷയിൽ 2 വംശമേ ഉള്ളൂ. ഒന്ന് അച്ഛൻ്റെ, ഒന്നമ്മയുടെ. അച്ഛൻ എന്ന് പറയുന്ന സൂര്യനെ ചുറ്റിപ്പറ്റിയും അമ്മ എന്ന് പറയുന്ന ചന്ദ്രനെ ചുറ്റിപ്പറ്റിയും നല്ല രസകരമായിട്ടുള്ളൊരു സമീപനമാണ്. സൂര്യൻ എന്ന് പറയുമ്പോൾ കേന്ദ്രബിന്ദുവാണ് ശബരിയൂഥത്തിൻ്റെ, അദ്ദേഹത്തിൽ നിന്നുണ്ടായ ചൈതന്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായ ജീവജാലങ്ങളുടെ പ്രത്യേകത. ഇനി ആ വംശം പോലെ തന്നെ ചന്ദ്രൻ്റെ വംശം അമ്മ എന്ന് പറയുന്നത് സൂര്യൻ്റെ പ്രകാശം തട്ടിയിട്ട് പ്രകാശിക്കുന്ന ചന്ദ്രൻ്റെ വംശമാണ്. ചന്ദ്രൻ സ്വയം പ്രകാശമില്ല. അപ്പോൾ സ്വന്തം പ്രകാശമില്ലെങ്കിലും അച്ഛൻ്റെ പ്രകാശത്തിൽ, അങ്ങനെയാണല്ലോ പുരുഷൻ്റെ പ്രകാശത്തിൽ സ്ത്രീ വളരുക. ഇന്ന കാലഘട്ടം മാറിപ്പോയതാണ്, തല കിഴക്കണം നോക്ക്. അപ്പോൾ എല്ലാ തരത്തിലും അച്ഛൻ സൂര്യനെ പോലെ ഇരിക്കണം താനും. അപ്പോൾ സൂര്യനെ പോലെ ഇരിക്കുന്ന അച്ഛൻ്റെ പ്രകാശം തട്ടിയിട്ട് അത്തരത്തിൽ പ്രകാശപൂർണ്ണമായിരിക്കുന്നൊരവസ്ഥ സൃഷ്ടിക്കാൻ കഴിയുള്ള മനസ്സിൻ്റെ പ്രതീകമായിരിക്കുന്ന അമ്മ, അമ്മയുടെ വംശം, അച്ഛൻ്റെ വംശം. ഇതെല്ലാം തന്നെ നമ്മൾ ചിന്തിച്ചു പോകേണ്ട പ്രധാനപ്പെട്ട സംഗതികളാണ്. മനസ്സും അതുപോലെ തന്നെ സൂര്യൻ എന്ന് പറയുന്ന കർമ്മവും തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. സൂര്യൻ എന്ന് പറഞ്ഞാൽ മസ്തിഷ്കം എന്നുകൂടി വന്നു. അപ്പോൾ മസ്തിഷ്കം എന്ന് പറയുന്ന തലച്ചോറ് സൂര്യനെ പോലെ തേജസ്വിഷ്ടതായിരിക്കണം.
ഭർഗതേജസ് എന്നെല്ലാം തന്നെ ഗായത്രിയിൽ പറയുന്ന അത്യുദാത്തമായിരിക്കുന്നൊരവസ്ഥ നമുക്ക് തലയ്ക്കുണ്ടായിരിക്കും. പ്രചോദിതമാകണം. പ്രചോദിതമാണെങ്കിൽ മങ്ങി മയങ്ങി ഇരുന്നാൽ പോരല്ലോ. അപ്പോൾ ഇന്ന് കാണുന്ന എല്ലാ കൊലപാതകങ്ങളും അമ്മയെ മകൻ കൊല്ലുന്നു, തല്ലിക്കൊല്ലുന്നു. അതിനടിസ്ഥാനം എന്താ? മയക്കുമരുന്ന്. അതുപോലെ 3 പേരെ തല്ലിക്കൊല്ലുന്നു. അതിനെന്താ അടിസ്ഥാനം? അതും മയക്കുമരുന്ന്. ഭാര്യയുടെ കഴുത്ത് ചരിച്ചു കൊല്ലുന്നു, മയക്കുമരുന്ന്. ഭാര്യ തലക്കടിച്ച് കൊല്ലുന്നു, ഭർത്താവിനെ മയക്കുമരുന്ന്. ഇതെല്ലാം മയക്കുമരുന്ന്. അപ്പോൾ എല്ലാ തരത്തിലും മയങ്ങിയ തലച്ചോറ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താ? സൂര്യൻ എന്ന് പറയുന്ന അച്ഛൻ്റെ വംശം മുടിഞ്ഞു. സൂര്യൻ. അപ്പോൾ ഈ സൂര്യനെ പോലെ തന്നെ അമ്മയ്ക്ക് പ്രാധാന്യം വന്നു. എന്താ കാരണം? അത് വാസ്തവത്തിൽ തെളിഞ്ഞ് ഇങ്ങനെ എല്ലാ തരത്തിൽ നമുക്ക് ശീതകിരണങ്ങളേൽപ്പിക്കുന്ന, ശീതകിരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മെ സമാശ്വസിപ്പിക്കുന്ന, സമാധാനം നൽകുന്ന, സുഖമേകുന്ന, അതാണ് അമ്മ. അപ്പോൾ എല്ലാ തരത്തിലും അമ്മയ്ക്കും ആ പദവി കൊടുത്തു. ഇതെല്ലാം തന്നെ ഒരു പ്രത്യേക ആലങ്കാരിക സമ്പ്രദായത്തിലേക്ക്, സിംബോളിക്കായിരിക്കുന്നൊരു മെത്തേഡിലേക്ക്, അതുപോലെ തന്നെ പ്രതീകാത്മകമായിരിക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് ചുരുക്കം. ഭാഗവതം അത്തരത്തിൽ മനസ്സിലാക്കണം. കഥാപാത്രങ്ങളെയും കഥാഗോളങ്ങളെയും അത്തരത്തിൽ ചിന്തിച്ചില്ല എങ്കിൽ നമുക്കൊന്നും കിട്ടുകയില്ല. വെറുതെ കഥയും പറഞ്ഞ് കാലം കഴിച്ചു കൂട്ടി ഒരു ഗുണവുമില്ലാതെ ഈ ലോകത്തോടെ ചത്ത് ഉപേക്ഷിച്ച് പോകാം. ചത്ത്. അപ്പോൾ എല്ലാ തരത്തിലും അതല്ല ഭാഗവതം ഉദ്ദേശിക്കുന്നത്. ഈ വംശാനുചരിതം എന്ന് പറയുന്ന ഭഗവാന്റെ അവതാര കഥകളെപ്പറ്റി പഠിക്കുമ്പോഴും ദശാവതാരങ്ങളെ പ്രകീർത്തിക്കുമ്പോഴും 2 വംശങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് സൂര്യനെയും ചന്ദ്രനെയും എല്ലാം തന്നെ ഇട്ട് തരുമ്പോഴും അവിടെയെല്ലാം തന്നെ നമ്മൾ കടന്നു വരുന്ന മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലങ്ങളിലേക്കാണ്. മനസ്സും ബുദ്ധിയും പരസ്പര പൂരകങ്ങളാണ്. എന്ന് ആലോചിച്ച് നോക്കൂ. മനസ്സ് തന്നെ ദൃഢമായി കഴിയുമ്പോഴാണ് ബുദ്ധിയാകുന്നത്. ചഞ്ചലാത്മകമായിട്ടുള്ള അവസ്ഥയാണ് അന്ധകരണത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. മനസ്സ് എന്ന് പറയുന്ന സൈക്കോളജിക്കലായിട്ടുള്ള മരുന്നില്ലാത്തൊരു അപ്രോച്ച് നമ്മൾ നടത്തുമ്പോൾ പാശ്ചാത്യ മനസ്സ് അവിടം കൊണ്ട് അവസാനിക്കുന്ന രീതിയാണെങ്കിൽ ഇവിടെ അത്തരത്തിലൊരു മനസ്സല്ല. അതിനെ പ്രബലമാക്കിക്കൊണ്ട് ദൃഢമാക്കിക്കൊണ്ട് ഒരു ബുദ്ധിയാക്കി മാറ്റാനുള്ള പ്രവണത നമുക്കുണ്ട്. അതിനുള്ള പ്രത്യേകതകളും അതിനുള്ള രീതികളും നമുക്കുണ്ട്. അങ്ങനെ ബുദ്ധി എന്ന് പറയുന്ന സൂര്യനും മനസ്സ് എന്ന് പറയുന്ന ആ ചന്ദ്രനും അവർ തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം, ആ ബന്ധമെല്ലാം തന്നെ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പുരാണം എന്ന് പറയുമ്പോൾ നേട്ടം ഏത് രീതിയിലായിരിക്കണം എന്നുകൂടി വന്നില്ലേ? കോട്ടം വരാത്ത ഭാഗങ്ങളായിരിക്കണം മനസ്സും ബുദ്ധിയും എന്ന് വന്നില്ലേ? ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ നിരോധം എന്ന് പറയുന്ന ദശമസ്കന്ധത്തിലേക്ക് കടക്കുന്നത്. നിരോധം എന്ന് പറയുന്ന ദശമസ്കന്ധത്തിൽ ഭഗവത് അവതാരം അദ്ദേഹത്തിൻ്റെ കൊച്ചുപ്രായം മുതൽ 15ാമത്തെ ദിവസമാണ് വാസ്തവത്തിൽ ഭൂതനാമോക്ഷം. അങ്ങനെ ജനിച്ച നാൾ മുതൽ ഇങ്ങനെ അത്യത്ഭുതകരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് നമുക്ക് ഏതായാലും അത്ഭുതം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് വിശ്വസനീയമാണോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടുമാണ്. യുക്തിസഹമാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും അല്ല എന്ന് കൂടി കൂട്ടിച്ചേർക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ ലീലകൾ അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണം വരേക്ക് അദ്ദേഹം ഇങ്ങനെ ശരീരത്തെ വെടിഞ്ഞുകൊണ്ട് ഇഹലോകവാസം അങ്ങനെ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് കടക്കുന്നവരേക്ക് അദ്ദേഹം കാട്ടിത്തന്നത് മുഴുവൻ നിരോധലീലകളാണ്. എപ്രകാരം ശരീരത്തെ മെരുക്കാം, മനസ്സിനെ മെരുക്കാം, ബുദ്ധിയെ മെരുക്കാം, എപ്രകാരം ജീവിത രീതിയെല്ലാം തന്നെ കരുപ്പിടിപ്പിക്കാം, എങ്ങനെ തടസ്സമായിട്ട് വരുന്ന സംഗതികളെ അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യം പ്രാപിക്കാം, ഇതെല്ലാം തന്നെ നിരോധലീലകളാണ്. അത് കഴിയുമ്പോൾ മുക്തിയെന്ന് നേരത്തെ വിവക്ഷിച്ച അല്ലെങ്കിൽ വിവരിച്ച ആ സ്വന്തം ആത്മഭാവത്തിലിങ്ങനെ നിൽക്കുന്നത്, ആ സ്വരൂപത്തിലിങ്ങനെ അവസ്ഥിതനാകുന്നത്, ഇതെല്ലാം തന്നെ യോഗമാർഗത്തിലും ജ്ഞാനമാർഗത്തിലും ഭക്തിമാർഗത്തിലും ഒക്കെ നമുക്ക് ലഭ്യമാകേണ്ട വിഷയങ്ങളാണ്. ഞാൻ ആര് എന്ന് വ്യക്തമായിട്ട് ധരിച്ചുകൊണ്ട് അതിൽ തന്നെ സ്ഥിതി ചെയ്യുക. അപ്പോൾ ശരീരത്തെ നമുക്ക് അല്ല എന്നുള്ള രീതിയിൽ, ശരീരത്തെ നമ്മൾ സ്വീകരിച്ച എന്തൊരു ഉപാധി എന്നുള്ള രീതിയിൽ അതിനെ ഉപയോഗിക്കാമെന്നുള്ളതിൽ കവിഞ്ഞ് അതിൽ തന്നെ നമ്മൾ ഭ്രമിച്ച് കാലം കഴിച്ചു കൂട്ടരുത് എന്നുള്ള ആ രീതിയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ മെരുക്കാൻ, കരിപ്പിടിപ്പിക്കാൻ, ലക്ഷ്യം പ്രാപിക്കാൻ ഒക്കെ ഉതകുന്ന രീതികളാണ്. എന്നിട്ടാണ് ആശ്രയവസ്തു അല്ലയോ മനുഷ്യ, നീ നിൻ്റെ ശരീരത്തെ ആശ്രയിക്കരുത്, ഈ പ്രപഞ്ചത്തെ ആശ്രയിക്കരുത്, പ്രപഞ്ചത്തിലുള്ള പ്രതിഭാസങ്ങളെയെല്ലാം തന്നെ നീ ആശ്രയിച്ചു കൊണ്ട് കാട് കയറി പോകരുത്. ഇതൊന്നുമല്ല നിൻ്റെ ജീവൻ്റെ ലക്ഷ്യം. നീ വാസ്തവത്തിൽ ഉയർന്നു വലുതായിട്ടുള്ള ഭാഗത്തേക്ക് കടക്കണമെങ്കിൽ നീ എന്തു വേണം? ആത്മാവിനെ തന്നെ ആശ്രയിക്കുക. അപ്പോൾ ഒരിക്കലും ജനിക്കാത്തത്, ഒരിക്കലും മരിക്കാത്തതെന്നല്ലേ പ്രയോഗം. ന ജായതേ മ്രിയദേവ കഥാചിത് നായം ഭൂത്വ ന ഭൂയ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഒരിക്കലും ജനിക്കാത്തത്. അപ്പോൾ അജാതമായിരിക്കുന്ന അല്ലെങ്കിൽ അജം എന്ന് പറയുന്നൊരവസ്ഥയിലേക്കുള്ള ആത്മസ്വരൂപത്തെ ഈശ്വരനും അതുതന്നെയാണ് എന്നാണ് സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്നത്. അജൻ. അപ്പോൾ എല്ലാ തരത്തിലും ജനിക്കാത്ത ഈശ്വരനെ, ജനിക്കാത്ത ആത്മാവിനെ, അതിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അത്തരത്തിൽ സനാതന ഭാവത്തിലേക്ക് എത്തും. എന്താ കാരണം? ജനിച്ചിട്ടില്ല. ജനിക്കാത്തതുകൊണ്ട് മരിക്കേണ്ടതില്ല. അപ്പോൾ ജനനമരണവിഹീനമായിരിക്കുന്ന ശാശ്വതമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ സനാതനമായി, സനാതനധർമ്മമായി, സനാതന സംസ്കാരമായി. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ അതിൽ തന്നെ വന്നെത്തുകയാണ്. സനാതനമായിരിക്കുന്ന ആത്മതത്വത്തെ, ആത്മീയ ഭാവത്തെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് ഒടുവിൽ ആത്മാവ് ഞാൻ തന്നെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അതിൽ ലയിക്കുക. അതാണ് ഭാഗവത്തിൻ്റെ ഒടുവിൽ നമ്മൾ കാണുന്നത്. അഹം ബ്രഹ്മ പരം ധാമ
ബ്രഹ്മാഹം പരമം പദം, ഞാൻ ബ്രഹ്മം തന്നെ, ബ്രഹ്മമല്ലാതെ മറ്റ് യാതൊന്നുമല്ല എന്നിങ്ങനെ പ്രഖ്യാപിപ്പിക്കാനുള്ള യോഗ്യത പരീക്ഷത്തിന് ശുഖബ്രഹ്മം കൊടുത്തുകൊണ്ടാണ് പിരിയുന്നത്. അപ്പോൾ ഈ ശുഖബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ പലവട്ടം പല രീതിയിൽ ശുഖനെയും പരീക്ഷത്തിനെയും എല്ലാം തന്നെ വിശകലനം ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ജിജ്ഞാസുവായിട്ടുള്ളൊരു വ്യക്തി ഭാഗവതം കേൾക്കാൻ കടന്നുകൂടിയിരിക്കുന്ന മരണപ്രായനായിട്ടുള്ളൊരു വ്യക്തിയുടെ മുമ്പിലേക്ക് ആത്മസ്വരൂപമായിരിക്കുന്ന ശുഖബ്രഹ്മം കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അവിടെയും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികൾക്കൊന്നും യാതൊരു ഇടവുമില്ല. ഭാഗവതം എന്ന് പറയുന്നൊരു പൂർണ്ണതയുള്ള ഒരു പുരാണം, പ്രത്യേകിച്ച് പരിപൂർണ്ണ സ്വരൂപമായിരിക്കുന്ന കൃഷ്ണാവതാരത്തിലൂടെ പരമാചാര്യനായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് ഉപദേശിക്കുന്ന അനവധി വ്യക്തിത്വങ്ങളെ ഇങ്ങനെ എല്ലാ തരത്തിലും മാറ്റിയെടുക്കുന്ന ആത്മസ്വരൂപികളാക്കി തീർക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്ന ഭഗവാന്റെ അവതാരങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഈ ഭാഗവതത്തിൻ്റെ പ്രത്യേകത വാസ്തവത്തിൽ അനന്യമാണ്. അല്ലെങ്കിൽ അതൊരു പ്രത്യേക രീതിയിലുള്ളതാണ്, വാസ്തവത്തിൽ അനുപമമാണ്. ഒന്നിനോടും നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റാത്ത യുണീക്ക് ആയിരിക്കുന്ന ഒരവസ്ഥ അതിനുണ്ട്. ആ നിവൃത്തിശാസ്ത്രമെന്ന് പറയാനും കാരണം അതാണ്. പ്രവൃത്തിശാസ്ത്രമായിരിക്കുന്ന ദേവീ ഭാഗവതത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ അവനവൻ മാറി മറിഞ്ഞ് സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, വംശാനുചരണം, നിരോധം, മുക്തി, ആശ്രയം, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കടന്നു മാറുന്ന രീതിയൊന്നും അവിടെ കാണില്ല. അവിടെ ഈ പഞ്ചലക്ഷണങ്ങൾ എന്ന് പറയുന്ന സർഗമുണ്ട്, വിസർഗമുണ്ട്, സ്ഥാനമുണ്ട്. സൃഷ്ടിക്കപ്പെടുന്ന ജീവജാലങ്ങളെപ്പറ്റി എല്ലാം തന്നെ പറയും, സൃഷ്ടിയുടെ ക്രമത്തെപ്പറ്റി പറയും, എന്നിട്ട് അവ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത് ഇതെല്ലാം തന്നെ അവിടെ പറയും. പക്ഷേ ഈ പറയുന്ന നിരോധം, മുക്തി, ആശ്രയം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അല്ലെങ്കിൽ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ആത്മസ്വരവുമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്ന ലക്ഷണങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെയുള്ളത് പിന്നെ വംശത്തെപ്പറ്റി പറയും, അതൊക്കെ പറയുന്നുണ്ട്. വംശത്തെപ്പറ്റി പറയും എന്ന് മാത്രമല്ല അവതാരങ്ങളെയും പ്രകീർത്തിക്കും, ദേവിയുടെ വ്യത്യസ്ത അവതാരങ്ങളെപ്പറ്റി എല്ലാം തന്നെ പ്രകീർത്തിക്കും. പക്ഷേ അവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സംഗതികളെല്ലാം തന്നെ ഭാഗവതത്തിൽ കാണാം. എന്താ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? 10 ലക്ഷണങ്ങളും എല്ലാത്തിലും ഉണ്ട്. അവിടെ മറഞ്ഞു കിടക്കുകയാണ്. കാരണം ജീവൻ്റെ ലക്ഷ്യം ഈ പറഞ്ഞ ഇവിടെ സുഖിച്ച് ജീവിക്കലല്ല. ജീവൻ്റെ ലക്ഷ്യം ശരീരത്തിൽ നിന്ന് വിടുതൽ വാങ്ങിയിട്ട് ആത്മഭാവത്തെ സ്വീകരിച്ചുകൊണ്ട് പിന്നെ ജനിക്കാതിരിക്കലാണ് എന്ന് എല്ലാ പുരാണങ്ങൾക്കും അറിയാം. എല്ലാ പുരാണങ്ങളിലും അത് കടന്നു വരുന്നുമുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ദശലക്ഷണങ്ങൾ നിവൃത്തിശാസ്ത്രമായിരിക്കുന്ന ഭാഗവത്തിലുണ്ട്, പ്രവൃത്തിശാസ്ത്രമായിരിക്കുന്നതിൽ 5 ലക്ഷണങ്ങളേ ഉള്ളൂ എന്ന് വേർതിരിച്ചു പറഞ്ഞുകൊണ്ട് അതിനെ കടിച്ചൂങ്ങിക്കൊണ്ടൊന്നും പോകേണ്ടതൊന്നുമില്ല. പുരാണങ്ങളെല്ലാം തന്നെ വേദങ്ങളുടെ അർത്ഥമെല്ലാം തന്നെ നമുക്ക് ഇട്ടുതരുന്ന മഹത്തായിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. നമ്മളെ എല്ലാവരെയും ഈ കഥകളിലൂടെയും കാര്യങ്ങളിലൂടെയും എല്ലാ തരത്തിലും നമ്മളെ ബോധവൽക്കരിച്ചുകൊണ്ട് നമ്മളെ രക്ഷപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പുരാണങ്ങളാണ് ഇവയെല്ലാം. പുരാണം എന്ന് പറഞ്ഞാൽ തന്നെ അത് ആ അർത്ഥം തന്നെ അത് തന്നെ. പുരാതനമായിട്ടുള്ള കഥാകോളങ്ങളെയെല്ലാം തന്നെ നവനവമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ച് എന്താണ് ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സാധിച്ചെടുക്കാനുള്ള മാർഗം അതെല്ലാം തന്നെ ഇട്ടുതരുന്ന രീതിയിൽ തന്നെ ഭാഗവത്തെ കാണുക. നിവൃത്തി എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ പരിണതഫലമാണെന്ന് കൂടി മറക്കാതിരിക്കുക. നിവൃത്തിയെല്ലാം തന്നെ ഒടുവിലാണ്, പ്രവർത്തിച്ചിട്ട് വേണ്ടേ നിവൃത്തനാകാൻ. അതുകൊണ്ട് ഭാഗവത്തിൽ നമ്മൾ കാണും കർമ്മം ക്ഷയിക്കട്ടെ. കർമ്മമുണ്ടായതുകൊണ്ട് ജനിച്ചു എന്നുള്ള ഊതി എന്ന് പറയുന്ന കർമ്മവാസന വരുമ്പോഴും നമ്മൾ പഠിക്കുന്നില്ലേ? അപ്പോൾ കർമ്മമുണ്ട്, കർമ്മം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആ കർമ്മമെല്ലാം തന്നെ ഇല്ലാതെയാണെങ്കിൽ ഊതി എന്ന് പറയുന്ന വാസനകൾ, കർമ്മവാസനകൾ എല്ലാം തന്നെ പോകണം. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ജാസ്യ കർമാണി എന്നാണ് അന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കർമ്മങ്ങൾ ക്ഷയിക്കണം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയും സ്ഥിതിയും എല്ലാം തന്നെ പറഞ്ഞിട്ട് അതിനെയെല്ലാം തന്നെ അതിക്രമിച്ച ഭാവത്തിലേക്ക് എത്തണം. അതിൻ്റെ എല്ലാ തരത്തിലുള്ള സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം തന്നെ പറഞ്ഞ് പഠിച്ചിട്ട് ഒടുവിൽ നമ്മൾ നിരോധം, മുക്തി, ആശ്രയം എന്ന് പറയുന്ന രീതിയിലേക്ക് കടന്നു വരുമ്പോൾ ജീവൻ്റെ ലക്ഷ്യം വളരെ സ്പഷ്ടമാകുകയും ചെയ്യും. ഇതാണ് നിവൃത്തി. അപ്പോൾ നിവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമുക്ക് കിട്ടേണ്ടതും നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത് ലഭ്യമാകേണ്ടത് അത് നിവൃത്തി. അതാണ് റിലീഫ്. എന്നെല്ലാം തന്നെ കേസ് എഴുതുമ്പോൾ റിലീഫ് എന്ന് പറയും നിവൃത്തി. റിലീഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കേണ്ടത്, നമ്മൾ ആവശ്യപ്പെട്ടാൽ കിട്ടേണ്ടത് ആവശ്യപ്പെടുന്നവയാണ്. അപ്പോൾ ഈശ്വരനോട് ആവശ്യപ്പെടുന്നു രണ്ടായിട്ട് നിന്നുകൊണ്ട് പിന്നെ രണ്ടല്ല എന്നുള്ള മട്ടിലേക്ക് വരുന്നത് ഇതെല്ലാം തന്നെ പുരാണങ്ങളിൽ കാണാം. അതുകൊണ്ടാണ് സർവ്വവേദാന്ത സാരം എന്നെല്ലാം തന്നെ ഭാഗവതത്തെപ്പറ്റി പറഞ്ഞത്. വേദവും വേദാന്തവും ആ വേദാന്തത്തിൻ്റെ ബഹുമുഖങ്ങളായിട്ടുള്ള ചിന്തകളും വ്യത്യസ്ത വേദാന്തികളെ എല്ലാം തന്നെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതികളെല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട്. പരമഹംസന്മാരുടെ പദവി അലങ്കരിക്കുന്ന വ്യക്തികളുടെ കഥകളാണ് ഇവിടെ പരികീർത്തിക്കപ്പെടുന്നതും അത്തരത്തിലുള്ള പരമഹംസ പദവി അലങ്കരിക്കുന്നവരുടെ ജ്ഞാനം അവരറിഞ്ഞതാണ് ഇവിടെ വാസ്തവത്തിൽ പുകഴ്ത്തപ്പെടുന്നതും. അപ്പോൾ ഇതെല്ലാം തന്നെ വരുമ്പോൾ ഒരു ശ്രേഷ്ഠത ഈ നിവൃത്തിശാസ്ത്രം എന്ന് പറയുന്ന ഈ പുരാണത്തിനുണ്ട്. അത് ഈ പറയുന്ന ദശലക്ഷണങ്ങളിലൂടെ സാധിച്ചെടുക്കുന്നതാണ്. തൃതീയ സ്കന്ധത്തിലേക്ക് കടക്കാൻ വേണ്ടി 2 സ്കന്ധങ്ങൾ ഇങ്ങനെ തീർത്തു. ഈ 2 സ്കന്ധങ്ങൾ ഭാഗവതത്തിൽ നിവൃത്തിശാസ്ത്രത്തിൽ തീരുമ്പോൾ
2 സ്കന്ധങ്ങൾ ദേവി ഭാഗവതത്തിൽ എങ്ങനെയെന്ന് അടുത്ത ദിവസം നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ 2 സ്കന്ധങ്ങൾ ദേവി ഭാഗവതത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ എവിടെ എത്തും, അവിടെ ഒരു താരതമ്യ പഠനം, അവിടെയും നമ്മൾ ഈ കമ്പാരിസൺ, കോൺട്രാസ്റ്റ്, അതിൻ്റെ വൈരുദ്ധ്യതയേക്കാൾ കൂടുതൽ അതിലെല്ലാം യോജിച്ചു പോകുന്ന രംഗങ്ങൾ എവിടെ എന്ന് ചിന്തിക്കലാണ് ഏറ്റവും നല്ലത്. നമ്മൾ വൈരുദ്ധ്യങ്ങൾ അന്വേഷിച്ചു പോയാൽ ഭ്രാന്തിയമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും. അത്തരത്തിൽ ദ്വൈതത്തിൻ്റെ ഭ്രമം നമ്മളെ അലട്ടും. ഇതെല്ലാം തന്നെ ഇല്ലാതിരിക്കാൻ വേണ്ടി യോജിപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് അവയെല്ലാം തന്നെ ഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സംയോജിപ്പിക്കാം, സംയോജനം എന്ന് പറയുന്ന യോഗാവസ്ഥ, അതെങ്ങനെ സാധിക്കുമെന്ന് കൂടി നമുക്ക് അടുത്ത പ്രഭാഷണത്തിലൂടെ നമുക്കൊന്ന് ശ്രമിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം.